ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലൂടെ സഞ്ചരിച്ച് എങ്ങനെ സമൂഹത്തിൽ നമുക്ക് ചില ഇടപെടലുകൾ നടത്താം, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. മനുഷ്യനിന്ന് സ്വാർത്ഥപരമായി ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ്. നേരെ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്, വേറെ ഔപചാരികതകളൊന്നും ഇല്ലാതെ. ഒന്നാമത്തത്, നമ്മളൊക്കെ വലിയ ആശങ്കയിലാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട ആശങ്ക, മതപരമായ മൂല്യങ്ങളിൽ നിന്ന് അവർ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ള ആശങ്ക, നമ്മുടെ നാട്ടിലൊക്കെയും സൗഹൃദപരമായ ഭൂമിക നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ആശങ്ക, പരസ്പരം വീറും വാശിയും മാത്രമായി നമ്മുടെ കുടുംബം ശിഥിലീകരിക്കപ്പെടാതെ അതിസുന്ദരമായി കുടുംബത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന നമ്മുടെ പ്രത്യാശ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്. വേണമെങ്കിൽ നമുക്കതിനെ ഒരു ഇൻ്റലക്ച്വൽ ഫ്രെയിമിലൂടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫ്രെയിമിലൂടെ കൊണ്ടുപോകാം. നിങ്ങളിവിടെ സാഗൂതം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു സീരിയസ് ഓഡിയൻസാണ്. ചിലപ്പോൾ സംസാരം കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് സംശയത്തിനുള്ള സമയവും ചോദ്യം ചോദിക്കാനുള്ള സമയവും തരണമെന്ന് ആഗ്രഹമുണ്ട്. മഗ്‌രിബിന് മുമ്പ് എല്ലാം തീർക്കേണ്ടതുമുണ്ട്. ഒരു വ്യക്തി ആരാണ്? ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. വ്യക്തി ശുദ്ധിയാകുമ്പോഴാണ് കുടുംബം ശുദ്ധീകരിക്കപ്പെടുന്നത്. വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു കൂടിയ ഒന്നാണ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ പടനിലങ്ങളുണ്ട്, അവരുടേതായ ഇടങ്ങളുണ്ട്. ആ ഇടത്തിൽപ്പെട്ട ഒന്ന്, അവൻ്റേതായ ചിന്താധാരകളുണ്ട്, അവൻ്റെ പെർസെപ്ഷനുണ്ട്, അവൻ്റെ ഒപ്പീനിയനുണ്ട്, അവൻ്റെ ബിലീഫ് സിസ്റ്റമുണ്ട്, അവൻ്റെ ആറ്റിറ്റ്യൂഡുണ്ട്, അവൻ്റെ ബിഹേവിയറുണ്ട്, അവൻ്റെ ക്യാരക്ടറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബിഹേവിയറും ക്യാരക്ടറും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഉസ്താദുമാർ വരുന്നു, അപ്പോൾ അവർക്കൊന്ന് എഴുന്നേറ്റ് കൊടുക്കുക, അത് നമ്മുടെ ഒരു പെരുമാറ്റമാണ്. അത് ബിഹേവിയർ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഒന്നും കൂടി വിശാലപ്പെടുത്തി നമ്മുടെ ക്യാരക്ടറിനെ പുറത്തേക്ക് എടുക്കാം. എന്താ ക്യാരക്ടർ? ഈ മതപരമായ മൂല്യമെന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷനാണ്. നമ്മുടെ പ്രകൃതത്തെ, നമ്മുടെ ഫിത്രത്തിനെ പുറത്തെടുക്കുക എന്നതാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പം മാനേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. എന്താ മാനേഴ്സ്? മാനറിസമാണ്. ടേബിൾ മാനേഴ്സ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ശ്രദ്ധകൾ, ബസ്സിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ശ്രദ്ധകൾ. ഇങ്ങനെ പുറം ലോകങ്ങളിലൊക്കെ സ്കൂളുകളിൽ മാനേഴ്സ് പഠിപ്പിക്കാറുണ്ട്. ആ മാനേഴ്സിലൂടെ കുട്ടികൾ അങ്ങനെ പോകാറുമുണ്ട്. നമ്മുടെ നാട്ടിലാണ് സ്കൂൾ സിസ്റ്റത്തിൽ മാനേഴ്സ് വല്ലാണ്ട് പഠിപ്പിക്കാത്തത്. ഞാൻ നമ്മുടെ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുകയല്ല. +2 A+ എടുത്തവർക്ക് പോലും എങ്ങനെയാണ് ബസ്സിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാറില്ല. +2 എല്ലാറ്റിലും A+ എടുത്ത ഒരു കുട്ടി ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് അവരോട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടാറില്ല. അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളോട് എങ്ങനെയാണ് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത് എന്ന്, അവരോട് എങ്ങനെയാണ് ബന്ധം സൃഷ്ടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടാറില്ല. ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതായത് ഫ്രണ്ട്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും. ഫ്രണ്ട്സ് അപകടമാണ്, ഫ്രണ്ട്സ് പ്രശ്നമാണ്. സത്യത്തിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വല്ലാത്തൊരു പ്രൊട്ടക്ഷനാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കപ്പാസിറ്റിയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും എന്ത് വേണം? ഫ്രണ്ട്സ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊല്ലം ജില്ലയിലേക്ക് വന്നപ്പോൾ കൊല്ലം ജില്ലയിലെ കുറേ സുഹൃത്തുക്കളെ വിളിച്ചിട്ടാണ് വന്നത്. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ഇപ്പോഴുമുള്ള സുഹൃത്തുക്കൾ. അപ്പോൾ ഇങ്ങനെ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ലോകങ്ങളിലൂടെ മുഴുവനും അവനെ കൊണ്ടുപോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളിൽപ്പെട്ട ഒന്ന് റൂട്ടീൻ നഷ്ടപ്പെട്ടു എന്നതാണ്. എന്താ റൂട്ടീൻ? നമ്മുടെ വീട്ടിൽ എന്നും നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ അതത് സമയത്ത് നടപ്പിലാക്കുന്ന ഒരു റൂട്ടീൻ ഉണ്ടായിരുന്നു പണ്ട്. നിങ്ങളുടെ ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ജില്ലയിൽ എൻ്റെ ഉമ്മയൊക്കെ ചെയ്തിരുന്ന, എൻ്റെ വീട്ടിലൊക്കെ ചെയ്തിരുന്ന പണി, മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം സൂറത്ത് യാസീൻ, അതേപോലെ തന്നെ ദുഖാൻ, അതേപോലെ തന്നെ സൂറത്തുർ റഹ്മാൻ, ഇതേപോലെ തന്നെ സൂറത്തുൽ വാഖിയ,
ഇതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഇതൊക്കെ ഓതണമായിരുന്നു. അതൊരു സ്ഥിരം റൂട്ടീനാണ് ഞങ്ങളുടെ. അങ്ങനെ ഓതിയാണ് സത്യത്തിൽ യാസീനും ഇതൊക്കെ നമ്മൾ മനഃപ്പാടമാക്കുന്നത്. അല്ലാതെ മദ്രസയിൽ മനഃപ്പാടമാക്കിയതിൻ്റെ പേരിൽ മാത്രമല്ല അത്. ഈ റൂട്ടീൻ ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു റൂട്ടീൻ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കുട്ടികൾ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് ശരിക്കും? കുട്ടികൾ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ 10 മണി അല്ലെങ്കിൽ 11 മണി, എപ്പോഴാണോ ഉറങ്ങിയത് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് നീട്ടുകയാണ് കുട്ടികൾ. സ്കൂളും മദ്രസയൊന്നും ഇല്ല എങ്കിൽ പിന്നെ ഭേഷായി ഒരുപാട് സമയം ഉറങ്ങും. അപ്പോൾ മനുഷ്യന് നഷ്ടപ്പെടുന്നത് ഒരു റൂട്ടീനാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരു റൂട്ടീനുണ്ട്. ഇതിലൊരുപാട് ചിലപ്പോൾ പോലീസുകാരുണ്ടാവും, മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള പോലീസുകാരുണ്ട്. അവർക്ക് റൂട്ടീനുണ്ട്. രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കുക, എക്സസൈസ് ചെയ്യുക, ഇന്നത് ചെയ്യുക. അധ്യാപകരായ ആൾക്കാർ അവർക്കൊരു സ്ഥിരം റൂട്ടീൻ ഉണ്ടാവും. ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് റൂട്ടീൻ ഉണ്ടാവും. ഇവൻ ഓരോ വീടുകളിൽ റൂട്ടീൻ ഉണ്ടാവും. ഇത് നമ്മുടെ കുട്ടികളിൽ നിന്ന് മെല്ലെ അവരെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചോ അല്ലെങ്കിൽ അവരെ ഓമനിച്ചോ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഒരിക്കലും അത് ഇമ്പോസ് ചെയ്തിട്ട് അതിങ്ങനെ കുത്തിച്ചെലുത്തിയിട്ട് കൊടുക്കണമെന്നില്ല. ഇമ്പോസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻസ്പയറിങ് ആണ്. ദീൻ എപ്പോഴും ഇൻസ്പയർ ചെയ്തിട്ടേ കൊടുക്കാവൂ. എന്തും നമ്മൾ അങ്ങനെ കൊടുക്കാവൂ. ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. എന്നെ നിങ്ങളൊരു മോട്ടിവേറ്ററായിട്ട് മാത്രം കാണണ്ട. എനിക്ക് ചില ബിസിനസ് ഏർപ്പാടൊക്കെ ഉണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സഞ്ചരിക്കാറുണ്ട്. അതായത് ഇതെൻ്റെ ഒരു തൊഴിലൊന്നുമല്ല, പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കും അവരുടേതായ രീതിയിലുള്ള ഇൻസ്പിരേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മഹല്ലിൽ ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായി എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നു എന്ന് കേട്ടാൽ അവനെ ഒറ്റപ്പെടുത്തൽ എളുപ്പമാണ്. ഒറ്റപ്പെടുത്തൽ വളരെ എളുപ്പമാണ്. നീ എൻ്റെ മകനല്ലെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഏതെങ്കിലും പ്രണയത്തെ അകപ്പെട്ടാൽ നീ എൻ്റെ മോളെയല്ല എന്ന് പറയാം. അതൊക്കെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വിച്ഛേദനം, അങ്ങോട്ട് വിച്ഛേദിച്ച് കളയുക, മാനസികമായി ശാരീരികമായി കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക, അത് വളരെ എളുപ്പമാണ്. ഒറ്റ വാക്കുകൊണ്ട് തീർന്നു എല്ലാം. പക്ഷെ അയാളെ അല്ലെങ്കിൽ ആ കുട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക, അതെങ്ങനെയാണ് എന്ന തന്ത്രമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോൾ ആ മിസ്റ്റേക്കിനെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, എങ്ങനെയാണ് അതിനെ തിരുത്തിക്കൊണ്ട് വരേണ്ടത് എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് കുട്ടിക്കാലത്തേക്ക് എടുക്കാം. ടോപ്പിക് ഇങ്ങനെ വൈഡായതുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രം പറയാനേ സമയമുള്ളൂ. ഒന്ന്, നമുക്ക് ഏകദേശം 4 വയസ്സ് വരെയുള്ളൊരു പ്രായം, ആ പ്രായത്തിനെ മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ കാണാവൂ. 4 വയസ്സ് വരെ കുട്ടികളെ ഓമനിച്ച് അവർക്ക് മുത്തം കൊടുത്ത് അവരെ സ്പർശിച്ച് അവരെ കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് കൂട്ടത്തിൽ കൊണ്ട് നടക്കണം. ഒട്ടുമിക്ക കുട്ടികൾക്കും 4 വയസ്സ് വരെയില്ല, അറ്റ്ലീസ്റ്റ് 2-2.5 വയസ്സ് വരെയുള്ളത് ഓർമ്മയേ ഉണ്ടാകില്ല. 2 വയസ്സ് വരെയുള്ളത് എന്തായാലും അവർക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് ഓർത്തു വെക്കാൻ ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല. 2 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ഉമ്മയുടെ മുലപ്പാൽ നമ്മൾ കഴിച്ചത് ഏകദേശം 2 വർഷമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹൗലൈനി കാമിലൈൻ എന്നാണ്. പരിപൂർണമായ 2 വർഷം നമ്മളത് കഴിക്കണം അല്ലെങ്കിൽ കുടിപ്പിക്കണമെന്നാണ്. ഹൗലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ 2 വർഷം എന്നാണ്. പക്ഷേ കാമിലൈൻ എന്ന് പറഞ്ഞു, പരിപൂർണമായ 2 വർഷം, ഒരു ദിവസം പോലും മിസ്സാക്കി കളയരുത്. പക്ഷേ ഇതിലാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3500 തവണയെങ്കിലും നമ്മൾ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഒരു തവണ പോലും കുടിച്ച് നമുക്ക് ഓർക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും കൈപൊക്കിയാൽ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് സാധാരണ സൈക്കോളജിയിൽ പറയുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ 2 വയസ്സ് വരെയുള്ള ഓർമ്മയേ ഉണ്ടാകില്ല. അപ്പോൾ ഓർമ്മയില്ലാത്ത ഒരു സമയത്ത് ആ കുട്ടിക്ക് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് അവൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന, അവൻ എപ്പോഴും ഇങ്ങനെ ഇന്നലകളെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ലെങ്കിൽ പോലും എപ്പോഴും ഭീതിതമായ ഒരവസ്ഥ കൊടുക്കാതെ സന്തോഷകരമായ അവസ്ഥ മാത്രം കൊടുക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമ്മൾ കേരളത്തിൽ പറഞ്ഞ വില പോകൂല. 6 വയസ്സ് വരെ ഒന്നും പഠിപ്പിക്കാതിരിക്കലാണ്. 6 വയസ്സ് വരെ ഫുൾ കളിപ്പിക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ അത് വില പോകില്ല. ഞാനതിവിടെ ധൈര്യത്തോടു കൂടി നിന്നിട്ട് പറയും. കാരണം ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ 6 വയസ്സ് വരെ കുട്ടികളെ ഒന്നും പഠിപ്പിക്കുന്നേ ഇല്ല. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം സാധാരണ പറയപ്പെടാറുള്ളത്, അവരുടെ അവകാശവാദം അതാണ്, ഫിന്നിഷ് സ്കൂൾ സിസ്റ്റമാണ്. ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റം. ഞാനവിടെ ആ രാജ്യത്ത് പോയിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 വയസ്സ് വരെ ഒന്നും പഠിപ്പിക്കില്ല. അവിടെ സ്കൂൾ സിസ്റ്റം തന്നെ വ്യത്യാസമാണ്. 6 വയസ്സ് വരെ കളിപ്പിക്കുക, ചിരിപ്പിക്കുക, അവരെങ്ങനെ കൊണ്ടു നടക്കുക, മാനേഴ്സ് ഇങ്ങനെ പഠിപ്പിക്കും.
കുട്ടികൾ എങ്ങനെയാണ് വീട് ക്ലീനാക്കേണ്ടത് എന്നൊക്കെ. നമ്മൾ ചെറിയ കുട്ടികൾ ക്ലീനാക്കുമ്പോഴേക്ക് നമുക്ക് ആകെ പ്രയാസമാണ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ആ ക്ലാസ്സൊക്കെ ക്ലീനാക്കുക. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഏതായിരുന്നാലും ശരി, ഇവിടെ വ്യത്യസ്തരായ മതക്കാർ, ആചാരക്കാർ എല്ലാവർക്കും അറിയാം. നമ്മൾ നമ്മുടെ മതത്തിൻ്റേതായ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ മതത്തിനും അതിൻ്റേതായ മര്യാദകളുണ്ടല്ലോ. സ്നേഹത്തിൻ്റെ മര്യാദ, പ്രാർത്ഥനയുടെ മര്യാദ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ചിന്താഗതികൾ. കുട്ടിക്കാലത്തെ കുട്ടികൾക്കൊരു വിശാല കാഴ്ചപ്പാട് കൊടുക്കണം. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിന വതീതമസ്തു മാ വിദ്ദിഷാവഹൈ ഓം ശാന്തി എന്നാണ് ഹൈന്ദവ മിത്തോളജിയിൽ അല്ലെങ്കിൽ ഹൈന്ദവതയിൽ പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ അത് ശാന്തി മന്ത്രമാണ്. ശരിക്കും ചെറുപ്പത്തിലെ കുട്ടികൾക്കൊരു ശാന്തിയുടെ ലോകത്തെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ശാന്തിയാണെല്ലാം എന്ന്. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിന വതീതമസ്തു മാ വിദ്ദിഷാവഹൈ ഓം ശാന്തി. മാ വിദ്ദിഷാവഹൈ, ഒരിക്കലും ഒരു വിദ്വേഷവും ആരോടും ഉണ്ടാകരുത്. അത് കുട്ടിക്കാലം മുതലേ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് തറപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒന്നാണ്. പിന്നീട് ആരൊക്കെയോ ഏതൊക്കെയോ രാഷ്ട്രീയക്കാർ, ഞാൻ രാഷ്ട്രീയക്കാരെ പറയുന്നില്ല, അതിനൊക്കെ വേറെ ഏതൊക്കെയോ തലതിരിച്ചു പിടിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിലും കൊച്ചുകുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സമാധാനത്തിൻ്റെ ലോകമാണ്. അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. അതിനെക്കുറിച്ച് കൂടിയോ കുറഞ്ഞൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് ഓരോ മദ്രസകളിലും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏകദേശം അർത്ഥം തന്നെയാണ്. ഞാൻ സർവ്വമത സങ്കര മതത്തെക്കുറിച്ചല്ല പറയുന്നത്. കാരണം കുട്ടികളുടെ മനസ്സിലേക്ക് എപ്പോഴും ശാന്തിയുടെ ഒരു ലോകം, മനുഷ്യനുമായി ബന്ധപ്പെടേണ്ടുന്ന ലോകം, മനുഷ്യനുമായി സമ്പർക്കം പുലർത്തേണ്ടതിൻ്റെ ലോകം, എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതിൻ്റെ ലോകം, അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് ഇമ്പോസ് ചെയ്ത് കൊടുക്കരുത്. അത് കൊടുക്കേണ്ടത് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ്. കുട്ടികളിങ്ങനെ ഇങ്ങനെ താടയിൽ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖത്ത് ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഉമ്മ നിങ്ങളൊരു കഥ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അമ്മച്ചി നിങ്ങളൊരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പ്രായം മാക്സിമം ഏകദേശം ഒരു 9 വയസ്സ് വരെയാണ്. 7 വയസ്സാകുമ്പോഴേക്കും അതൊക്കെ നിൽക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് 15 വയസ്സാകുന്ന സമയത്ത് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ഉമ്മച്ചിയെ നിങ്ങളൊരു കഥ പറഞ്ഞു തരുമോ എന്നൊന്നും കുട്ടികൾ പറയാൻ നിൽക്കില്ല. കാരണം സ്റ്റേജസ് കഴിഞ്ഞു പോവാൻ. ഓരോ സ്റ്റേജിലും കുട്ടികളെ ഓരോ രീതിയിൽ നമ്മൾ വളർത്തണം. ഓരോ രീതിയിലാണ് അവരുടെ അപ്രോച്ച്. നമുക്കൊരു 20 വയസ്സായൊരു മകനുണ്ട്, 2 വയസ്സായൊരു മോളുണ്ടെങ്കിൽ രണ്ടാളോടുള്ള അപ്രോച്ച് വേറെയാണ്, രണ്ടാളുടെ സമീപനം വേറെയാണ്. എല്ലാവരോടും ഒരേ സമീപനമല്ല. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം, ഒരേപോലെ കെയർ ചെയ്യണം. പക്ഷേ ആ കെയറിങ്ങിൻ്റെ സ്റ്റേജസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3-4 വയസ്സ് വരെ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിനെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയല്ല, എനിക്ക് സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്നെ സംബന്ധിച്ചുള്ള ഇഷ്ടം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ. അതിൻ്റെ ഒരു കാരണമുണ്ട്. വല്ലിപ്പ നാട്ടിലെ മുത്തവല്ലിയാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ ഞങ്ങളുടെ മഹലിലാണ് ദർസോദി പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുത്തവല്ലി ആയതുകൊണ്ട് അവിടെ ഒരു പടാപ്പുറമുണ്ട്. ആളുകൾ വന്ന് സംസാരിക്കുക. ഞങ്ങൾ പടാപ്പുറം എന്നാണ് പറയും, ഒരു സ്റ്റേജ് പോലൊരു സ്ഥലം. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു തരും. പിന്നീടാണ് നമുക്കറിയാൻ പറ്റിയത് ഉപ്പാപ്പാക്ക് ഉമർ റളിയല്ലാഹു തആലയുടെ കഥ അറിയുള്ളൂ എന്നുള്ളത്. എന്നും പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആലയുടെ കഥയാണ്. വീരേതിഹാസിക കഥകളും അതേപോലെ തന്നെ അന്ധയായ പാവം കിളവിയായ സ്ത്രീകളെ കുളിപ്പിക്കാൻ വേണ്ടി പോയതും ഒരുപാട് കുഞ്ഞുനാളിലെ കഥകൾ കേട്ടിട്ട് അന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഭാവിയിലൊരു കുതിര വാങ്ങണം, എന്നിട്ട് ഇങ്ങനെ നാട്ടിലൂടെയൊക്കെ കുതിരയെ ഓടിച്ചിട്ട് ഇങ്ങനെ പാവങ്ങൾക്കിടയിൽ നടക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കിയത് പിതാമഹൻ്റെ കഥ പറച്ചിലുകളാണ്. എന്ന് നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നില്ല. കഥ പറയാതെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ്. കഥകളാണ് എന്നും ഓർമ്മയുണ്ടാവുക. ഇപ്പം ഞാൻ ഇവിടെ പ്രസംഗിച്ചത്, ഇതുവരേക്കും പറഞ്ഞത് കുറച്ച് പോയിൻ്റേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എല്ലാ പോയിൻ്റും ഓർമ്മിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ എത്ര കഥ പറഞ്ഞുവെങ്കിൽ ആ കഥകളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന് ഇമോഷണലാണ്, മറ്റൊന്ന് ഇൻ്റലക്ച്വലാണ്. കുറേ വേർഡ്സ് ഇങ്ങനെ പറഞ്ഞാൽ അത് ഓർക്കാൻ കഴിയില്ല. നേരെ മറിച്ച് കുറേ കഥകൾ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ, ഉസ്താദ്മാർ ക്ഷമിക്കണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഒരു എഴുത്തുകാരൻ ആ എഴുത്തിനെ പുസ്തകമായി രൂപാന്തരപ്പെടുത്തിയാൽ അത് വായിക്കുന്നവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുള്ളൂ. നേരെ മറിച്ചിട്ട് അതൊരു, അങ്ങനെ പറയല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറയാം, അതൊരു സിനിമയായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സിനിമയെ ഹലാലാക്കല്ലേ, ഞാനൊരു ഉദാഹരണം പറയാണ്. അങ്ങനെ ആൾക്കാർ എന്നെ എതിർക്കരുത്. ഇനി ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. വടക്കൻ വീരഗാഥ ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് അവിടെ നടന്നത്, അല്ലെങ്കിൽ 1921 ആ കലാപം എന്തായിരുന്നു എന്ന് 21 എന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാണാനല്ല ഞാൻ പറയുന്നത്. കാരണം മനുഷ്യന് പിക്ചറുകൾ ഇഷ്ടമാണ്.
കഥകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടിക്കാലത്തെ നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് അവരുടെ ഉള്ളിൽ ആ ഒരു വാല്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കൊടുത്താൽ എന്താ സുഖം എന്നറിയോ? കാരണം അതിന് അദാഹത്തെന്നും അതേപോലെ തന്നെ അസ്വാലത്തെന്നും പറയും. അപ്പോൾ ഹദാസത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്, അസ്വാലത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അസ്വാലത്ത് എന്ന് പറഞ്ഞാൽ അസലാണ്, ദ ബേസ്. ആ ബേസ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. A+ കിട്ടിയാൽ മാത്രം പോരാ ആ കുട്ടികൾക്ക് ആദരം. എന്തെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്താൽ പോലും ആ കുട്ടികളെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ കുറച്ചും കൂടി വിശാലമായി പഠിച്ചാൽ ഈ തലമുറയിലെ കുട്ടികൾ ഒരു പക്ഷേ മുടിയൊക്കെ എങ്ങനെയെങ്കിലും വെട്ടിയെന്ന് വരും. അത് ഞാൻ ന്യായീകരിക്കല്ല. അതിനെപ്പോലും നമ്മൾ സമീപിക്കേണ്ടുന്ന സമീപനം വേറൊരു രീതിയിലാണ്. ഒരു ദഅവത്തിൻ്റെ രീതിയിലായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. ഞാൻ ഏതോ ഒരു സ്പീച്ചിൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കോട്ടക്കൽ ഒരു പള്ളിയിൽ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ജമ്മും കസുറാക്കാൻ പറ്റുന്ന, ഞങ്ങൾ ഷാഫി മസ്ലക്ക് ആയതുകൊണ്ട് ജമ്മും കസുറാക്കാം, ആ ഒരു രീതിയിൽ കോട്ടക്കലേക്ക് കയറുക. കുറേ ദൂരം എന്നൊരു യാത്രയാണ്. അപ്പോൾ ജമാഅത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കയറിയപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ആ പയ്യൻ്റെ ഏകദേശം ഒരു കോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയെല്ലാം ഇങ്ങോട്ട് വളർത്തിയിട്ട് വേറൊരു ലെവലാണ്. മുടി നല്ല രീതിയിൽ വളർത്തുന്നവരുണ്ട്. പാൻറ്റ് ബാക്കൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പാൻറ്റ് അടിയിലേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഫിഖ്ഹിയായ മസ്അല പ്രകാരം അവൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. പക്ഷേ എനിക്കപ്പോൾ തോന്നി ഇവൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കണം. ഞാൻ എൻ്റെ മഹത്വം പറയല്ലോ കേട്ടോ. ഞാൻ അവനെ ജസ്റ്റ് തോണ്ടാൻ പാടില്ല, എന്നാൽ തോണ്ടയിലെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ അവിടെ നിന്നിട്ട് ബാക്കോട്ട് വരലാണ് തോണ്ടല്ലേ. പക്ഷേ അവന് തോണ്ടിയാലേ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തോണ്ടി. അപ്പോൾ പിന്നെ അവൻ ആകെ ഒരു വെപ്രാളായി. ചുരുക്കി പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ നിസ്കാരം പൂർത്തിയാകണമെങ്കിൽ വീണ്ടും 2 റക്അത്തുണ്ട്. അവൻ 4 പൂർത്തിയായി. അപ്പോൾ വീണ്ടും 2 റക്അത്ത് ഉണ്ടായതുകൊണ്ട് ഞാനത് തുടർന്ന് നിസ്കരിക്കാൻ അവൻ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവനുണ്ട് എന്നെ കാത്തു നിൽക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ എൻ്റെ പിന്നിൽ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? പറഞ്ഞു, ഞാനിങ്ങനെ മുടി വളർത്തിയതുകൊണ്ട് അല്ലെങ്കിൽ പാൻറ് ഇങ്ങനെയൊക്കെ ആക്കിയതുകൊണ്ട് അതിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നേ വരെ ജീവിതത്തിൽ ഞാൻ ഒരു നിസ്കാരത്തിന് ഇമാമത്ത് നിന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇമാമേ നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് സാർ ഞാൻ ഇന്ന് ഇമാമത്ത് നിൽക്കുന്നത്. കാരണം ഇനി നിൽക്കണം നീ. അതാണോ കാരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ കോട്ടക്കൽ പള്ളിയിൽ ഇപ്പോഴും അവൻ ശാന്തശീലനായി വരാറുണ്ട്, ആ പഴയ വേഷത്തിലല്ലാതെ. അപ്രോച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ കുട്ടികൾ അവർ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ മോശപ്പെട്ട് പറഞ്ഞെന്നിരിക്കും. പക്ഷെ നമ്മുടെ അപ്രോച്ച് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ ദേഷ്യപ്പെടാനോ അവരോട് ഈർഷ്യപ്പെടാനോ നിൽക്കരുത്. നമ്മളെ കുട്ടികളെ എപ്പോഴും ഇങ്ങനെ ഓമനയെപ്പോലെ നമ്മൾ, കാരണം ഓരോരുത്തർക്കും ഓരോ ജീവിതമേ ഉള്ളൂ. ജീവിതം വൃത്തികേടിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി അവനെ കുറ്റപ്പെടുത്തി നമ്മൾ വേറൊരു വശത്തേക്ക് ആക്കരുത്. അവനൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അവനെ നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ത്രാണിത്തമാണ് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ഒരാളെയും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ. അവൻ ചെയ്ത മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ആ മിസ്റ്റേക്കുകളെ കുറിച്ച് ഉണർത്തിക്കൊടുക്കണമെന്നതല്ലാതെ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തരുത്. ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു എന്ന് വിചാരിക്കാം. ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യണമല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളക്കരയിൽ മൊത്തത്തിൽ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന MDMA പോലെയുള്ള സാധനം. ഞാൻ ഇന്ന് ട്രെയിനിലുണ്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഓഫീസറുണ്ട്. അദ്ദേഹം ഈ നാർക്കോട്ടിക്സിലെ ഒരു ഓഫീസറാണ്. അപ്പം അദ്ദേഹം ഒരു പ്രതിയെയും കൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോവാണ്, എറണാകുളത്തേക്ക്. ഞാൻ തിരൂരിൽ നിന്ന് കയറിയപ്പോൾ അദ്ദേഹത്തെ കണ്ടു, ഒരേ ബോഗിയിലായി. അപ്പോൾ ഒരു CAക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെയും കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. ഇന്നൊരു കോൺസിഡൻസ് പോലെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടീൻ്റെ ഉമ്മ വന്നു. ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ എങ്ങനെയെങ്കിലും, അപ്പോൾ ട്രെയിൻ ഈ ജനശതാബ്ദി ട്രെയിനുമാണ്, കാരണം ഒക്കെ സിറ്റിംഗ് ചെയറാണ്, ഒരിക്കലും ഇതല്ല. അപ്പോൾ അവിടെ കൗൺസിലിംഗ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. ഏതായാലും ഞാൻ ആ മോനെ, അപ്പോൾ അവൻ A+ എല്ലാറ്റിലും വാങ്ങിയതാണ്. അവൻ CAക്ക് എൻട്രൻസ് ഒരു നല്ലൊരു സ്ഥാപനത്തിൽ പാസ്സായ ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ അവൻ്റെ കൂട്ടുകാർ കേടുവരുത്തി. ആ കുട്ടി ഇപ്പോൾ വളരെ മോശക്കാരനായി 250 ഗ്രാം, 1 ഗ്രാമിന് തന്നെ 1000 രൂപ കൊടുക്കേണ്ടത് MDMA. 1 ഗ്രാമിന് 1000, 1200, ചിലപ്പോൾ ആൾ മത്തില്ല എന്നുണ്ടെങ്കിൽ, മത്തടിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ 5000, 10000 ആളുകൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാമിന് എത്ര പൈസ കൊടുക്കണം? അത്രയും ഇത് കാരിയറായിട്ട് പിടിച്ചിരിക്കാൻ. എന്നിട്ട് അവനെ ഒരു കേസിൽ അകപ്പെടുത്തി ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവൻ്റെ കാര്യങ്ങൾ, ഫയലുകൾ കൊടുക്കാൻ വേണ്ടി എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തായിട്ടുള്ള നർക്കോട്ടിക് സെല്ലിലെ ഈ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഹൈക്കോടതിയിലേക്ക് പോവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മളെ സംബന്ധിച്ച് അത് എക്സൈസിൽ നിന്ന് വിട്ടു നാർക്കോട്ടിക്സിലേക്ക് പോയി. കാരണം എന്താണെന്നറിയോ? അത്രയും എമൗണ്ട് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ആകാൻ കാരണം? എന്താ കാരണം ഉണ്ടായത്? അവന് ചെറുതായിട്ട് ആവശ്യപ്പെട്ടത് അവൻ്റെ പീർ ഗ്രൂപ്പ്. വളരെ ശ്രദ്ധിക്കണം, പീർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ. ആ അടുത്ത കൂട്ടുകാരുടെ പ്രഷറിലാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആയിപ്പോകുന്നത്. കുട്ടികൾ സ്വന്തമായിട്ടത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, സ്വന്തമായിട്ടത് തേടി പോവുകയല്ല. എന്നിട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഇൻഫർമേഷൻ പേര് പറയാൻ കഴിയില്ല, കാരണം ഭാവിയിൽ വീഡിയോ വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ 2 ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പറയാം. 2 ഇൻഫർമേഷൻ, അത് എനിക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഒന്ന് ഈ പറയുന്ന സാധനം MDMA എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്, പുറത്തുനിന്ന് ആരിലൂടെയല്ല, ഇൻസ്റ്റഗ്രാമിലൂടെ. വാട്സപ്പ് ഗ്രൂപ്പ് കുട്ടികളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയില്ല. ഇൻസ്റ്റഗ്രാമിലേക്ക് കയറിയിട്ട് അതിനുള്ള ഗ്രൂപ്പുകളുണ്ട്, അതിൽ നിന്നാണ് ഇത് അവൈലബിൾ ആക്കുന്നത്. 1. നമ്പർ 2 എന്നോട് പറഞ്ഞ കാര്യം എന്നെ കൂടുതൽ വല്ലാണ്ട് അതിശയിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഭീതിപ്പെടുത്തുന്നത്, എന്നെ മാത്രമല്ല എല്ലാവരെയും. 1, ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാക്കാനുള്ള കോഴ്സ് പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാക്കാനുള്ള കോഴ്സ്, ഇത് ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ള കോഴ്സ് ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. എവിടെ എത്തി ലോകം? എവിടെ എത്തി കാര്യം? കാരണം ഇത് സിന്തറ്റിക്കാണ്, ഒറിജിനൽ സാധനമല്ലല്ലോ. ഒറിജിനൽ സാധനമല്ല ഈ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ. കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് സിന്തറ്റിക് എന്ന് പറയാം. പല കോമ്പണൻസും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? ഒരു വ്യക്തിയെ നഷ്ടപ്പെടുന്നു, ആ വ്യക്തിക്ക് കുടുംബത്തെ നഷ്ടപ്പെടുന്നു, ആ കുടുംബത്തെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നു, ആ വ്യക്തിയെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നു, ആ കുട്ടിക്ക് സമൂഹത്തെ നഷ്ടപ്പെടുന്നു, സമൂഹത്തിന് ആ കുട്ടിയെ നഷ്ടപ്പെടുന്നു. എല്ലാം പെരും നഷ്ടമാണ്, നഷ്ടമല്ലാത്ത ഒന്നുമില്ല. വളരെ ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം. ആണുങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ സ്റ്റേജസൊക്കെ അറിയാമായിരിക്കാം, സ്ത്രീകൾക്ക് അറിയില്ല എന്നല്ല. നമ്മൾ കുടുംബത്തിൽ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലതൊക്കെ ശ്രദ്ധിക്കാതെ പോവാൻ. ഞാനിന്ന് ഡ്രഗ്സിനെതിരെ മാത്രം ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല, എന്നാലും പറയുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട്. ആദ്യം ഇത് ഉപയോഗിക്കുന്ന സ്റ്റേജിൻ്റെ പേര് ടോളറൻസ് എന്നാണ്. ടോളറൻസ് എന്താ? ടോളറൻസ്, ഉപയോഗിക്കുന്നു, അത് പോരാ എന്ന് തോന്നുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്നു, അത് പോരാ എന്ന് തോന്നുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ടോളറൻസ്. എല്ലാറ്റിനോടും ടോളറൻസ് ആയിട്ട് ഇങ്ങനെ പോകും, അളവ് കൂട്ടിക്കൂട്ടിയേ പോകും. അവസാനം പിന്നെ അവനത് കിട്ടാതെ നിവൃത്തിയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തും. അതിൻ്റെ പേരാണ് സാലിയൻസ്. സാലിയൻസിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി പിന്നോട്ട് വരിക എന്നത് വലിയ പ്രയാസമാണ്. കാരണം അവൻ ഉപയോഗിച്ച് അഡിക്ഷൻ വന്ന് പിന്നീട് ഈ സാലിയൻസിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഡ്രഗ്സ് ആണ് എല്ലാം. ഡ്രഗ്സ് ഈസ് എവ്രിതിങ്. ഡ്രഗ്സ് ആണ് എല്ലാം. വേറെ എനിക്ക് കുടുംബമോ, എനിക്ക് ബന്ധുക്കളോ, എനിക്ക് നല്ല ഫ്രണ്ട്സോ, എനിക്ക് പഠനമോ, എനിക്ക് നല്ല കരിയറോ, ഇതൊന്നുമല്ല പ്രധാനം, എനിക്ക് ഡ്രഗ്സാണ് പ്രധാനം എന്ന് ഉള്ള സ്റ്റേജിലേക്ക് കയറലാണ് എന്ത് സാലിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബമുണ്ട്, സമൂഹമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കരിയറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രവണത, ആ പ്രവണത അവിടെ നിൽക്കില്ല. ഈ പ്രവണത കാണുമ്പോഴേക്ക് ആളുകളെ കൗൺസിലിങ്ങിന് എത്തിക്കുകയും തെറാപ്പികൾ ചെയ്യുകയും പറ്റുമെങ്കിൽ മെഡിക്കേഷൻ മരുന്ന് കൊടുത്ത് മാറ്റുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ. നേരെ മറിച്ച് സാലിയൻസിലേക്ക് കയറിയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നോട്ട് വരാൻ, വലിയ ടാസ്ക്കാണ്. ഈ സാലിയൻസ് പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് പോകും വിത്ഡ്രോവൽ സിൻഡ്രോമാണ്. എന്താ വിത്ഡ്രോവൽ സിൻഡ്രം? വിത്ഡ്രോവൽ സിൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ അവൻ തലയടിക്കാൻ തുടങ്ങും, പിന്നെ അവൻ എന്ത് ചെയ്യും? ആളുകളെ കുത്തിമലർത്താൻ തുടങ്ങും, അവന് പിന്നെ നിൽക്കാൻ കഴിവില്ലാതെ വരും, ആടി നടക്കാൻ തുടങ്ങും. ഇതിൻ്റെ പേരാണ് വിത്ഡ്രോവൽ സിൻഡ്രം. അഥവാ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അവനതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചാൽ ആത്മഹത്യയിലേക്ക് വരെ ഈ കുട്ടി പോകും. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ഇതൊക്കെ കാണാൻ, നമുക്ക് ഇത്തരം വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതിൽ നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. ആ കുട്ടി എൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിനുണ്ടായിരുന്നു, അതൊക്കെ നിർത്തിയതാണ്. അവൻ പറയുന്നുണ്ട്, അവൻ ജയിലിൽ അകപ്പെട്ട സമയത്ത്, കൊറോണ സമയത്ത് ജയിലിലായി. അങ്ങനെ ഇത് കിട്ടാത്തത് കൊണ്ട്, ഇവനിത് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട്, പ്ലേറ്റ് ഉണ്ടല്ലോ, സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജയിലിൽ കൊടുക്കുന്ന പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം തകരത്തിൻ്റെ പ്ലേറ്റ് പോലെയാണ്. ആ സാധനം ചുരുട്ടിയിട്ട് അതിനെ
കൊത്തിപ്പൊട്ടിച്ചിട്ട് അത് ശരീരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഉരസിയിട്ട് ബ്ലഡ് വരുത്തിച്ചിട്ട് ആ ബ്ലഡ് കുടിച്ച സംഭവത്തെക്കുറിച്ച് കുട്ടി പറയുന്നുണ്ട്. ഇതാണ് വിഡ്രോവൽ സിൻഡ്രോം. എന്ന് വെച്ചാൽ പിന്നെ ആരെയും നമുക്കൊരു പിടുത്തവും കിട്ടില്ല. എന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷകരമായി നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം പോലും പിന്നീട് നമുക്ക് ഓർമ്മയുണ്ടാകില്ല. സ്വന്തം മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഉണ്ടാകുന്ന സന്തോഷം പിന്നെ അവന് ലഭിക്കില്ല. സ്വന്തം പിതാവിനോടുള്ള അവൻ്റെ ഏറ്റവും വലിയ സ്നേഹം പിന്നെ അവനൊരിക്കലും വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയുടെ പേരാണ് വിഡ്രോവൽ സിൻഡ്രോം. എന്തിനാണ് ഇവിടെ ഈ നാട്ടിൽ അങ്ങനത്തെവരുണ്ട് എന്നല്ല പറയുന്നത്. അവിടെ വ്യക്തി നശിക്കുന്നു, ആ വ്യക്തി കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി നശിക്കുന്നു. ആ കുടുംബം ദുരിതത്തിലകപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. ഇങ്ങനെ ഈ നെഗറ്റീവിലൂടെ പോയി എത്ര കുട്ടികളാണ് നമ്മുടെ കേരളക്കരയിൽ വല്ലാണ്ട് വിഷമിച്ച് കഴിയുന്നത്. ഞാൻ പറയാം, നിങ്ങൾ പോയിട്ടുണ്ടാകും ഒരു പക്ഷേ. ഇവിടെ നിയമപാലകരൊക്കെ ഉണ്ടെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ സെൻ്ററിൽ ഒന്ന് പോകണം. കൊല്ലത്തുണ്ടാവുമല്ലോ അതൊക്കെ. ഡ്രഗ് അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. അഥവാ ഡ്രഗ് അഡിക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പോകണം. അങ്ങനെ അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ആളുകളിങ്ങനെ തലയിലിങ്ങനെ പറിച്ചിട്ടും അതേപോലെ തന്നെ നെറ്റി ചുമരിൽ ഇങ്ങനെ മുട്ടിയിട്ടും അലറി വിളിച്ചിട്ടും സ്വന്തം മാതാവ് ഒന്നാനും കഞ്ഞി കൊടുക്കാൻ വേണ്ടി വന്നാൽ മാതാവിനെ ചവിട്ടുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് ഇത്തരം സെൻ്ററുകളിൽ പോയാൽ കാണാൻ പറ്റും. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയാൽ. അപ്പോൾ ഈ ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് പറയുന്ന സെൻ്ററിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ടവരോട് മോശമായി പെരുമാറുന്ന ആളുകളെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്നതാണ്, ചിലപ്പോൾ ക്യാമ്പസിൽ നിന്ന് തുടങ്ങുന്നതാണ്. മരിജുവാന ഉദാഹരണത്തിന്, ഈ കഞ്ചാവിൻ്റെ ഒരു പേരാണ് മരിജുവാന. അത് തുടങ്ങുന്നത് അതിൽ നിന്നാണ്. ഇപ്പം അതിൽ നിന്ന് അതിശയം, പേര് പറയാൻ പാടില്ല, എന്നാലും അതിപ്പോൾ പേപ്പർ സൈസിൽ കിട്ടാൻ തുടങ്ങി. LSD മാത്രമല്ല, ഈ സാധനം പേപ്പർ ചുരുട്ടിയിട്ട് വലിച്ചാൽ ഇപ്പോൾ കഞ്ചാവാണ്. അങ്ങനത്തെ പേപ്പറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികളുടെ ബാഗിലെങ്ങാനും കുറേ പേപ്പറിൻ്റെ കുറച്ച് കാര്യം അവർ പറയൽ എന്താണെന്നറിയോ? കുട്ടികൾ എന്നോട് ക്ഷമിക്കണേ, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളൊക്കെ പാവങ്ങളാണ്. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പറയൽ ഇത് ലാബിലേക്കുള്ള സാധനമാണെന്നാണ്. ഇപ്പം ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 6-7 പേര് പറഞ്ഞത് ഇത് ലാബിലേക്കുള്ള സാധനമാണെന്ന്. കാരണം രക്ഷിതാക്കൾക്ക് അറിയില്ലല്ലോ ഇത് ലാബിലേക്കുള്ളതാണോ അല്ലേ എന്നുള്ളത്. ഈ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടും, അത് ചുരുട്ടിയിട്ട് അത് പിന്നെ പൗഡറാക്കുന്നത് വേറെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് അവൈലബിളാണ്. ഇതിനൊരിക്കലും പുറത്തേക്ക് പോകണ്ട. ഞാനതിനെ നെഗറ്റീവായിട്ട് പറയാണ് എന്ന് വിചാരിക്കണ്ട, അതിനെ പോസിറ്റീവാക്കാനും നിൽക്കണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ കയറിപ്പോയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് ആളുകളുണ്ട്. വേറെ ഒരു പുറത്തേക്കും അവർ പോകേണ്ടതില്ല. എന്നോടൊരു കുട്ടി പറഞ്ഞത്, അവരെത്തും സാർ, എത്തിയിട്ട് ഇന്ന സ്ഥലത്തെത്തും, അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമുക്ക് അയക്കും, നമ്മൾ ജസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗൂഗിൾ മാപ്പ് വഴി എങ്ങനെ പോയാൽ മതി, ആ പുത്തിലതിരിക്കുന്നുണ്ടാവും. ആരാ കൊടുന്നു കൊടുത്തെന്നറിയില്ല, ആരാണ് ഇതിൻ്റെ കാരിയേഴ്സ് എന്നറിയില്ല, പൈസ അവർക്കും കിട്ടി, സാധനം അവർക്കും കിട്ടി. ഈ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അല്ല കേട്ടോ, ഇതൊക്കെ പറഞ്ഞിട്ട് വിചാരിക്കേണ്ട ഈ കരുനാഗപ്പള്ളി മൊത്തത്തിൽ ഇങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കല്ലേ. ആരെങ്കിലൊക്കെ തുടങ്ങും, പക്ഷേ ഇതൊരു പേമാരി പോലെ പിന്നെ പെയ്തിറങ്ങും. ഒരു പക്ഷേ വലിയ മഹാമാരി പോലെ പടർന്ന് പന്തലിക്കും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നല്ലൊരു ജാഗരൂകരായ ഒരു ശ്രദ്ധ നമുക്കുണ്ടാക്കണം. ഗവൺമെൻറ്റിൻ്റെ പോളിസി, വ്യത്യസ്ത രാഷ്ട്രീയക്കാരായിരിക്കും ഇരിക്കുന്നവർ, ഗവൺമെൻറ്റിൻ്റെ പോളിസിന്ന് ഡെഡ്ലി അഗെയിൻസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പുകൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അക്രമത്തിനും നിൽക്കരുത്. സ്വയം ഇവിടുത്തെ അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, നിങ്ങൾക്ക് സ്വയം പോലീസാവാം, എന്നിട്ട് അത് അറിയിക്കാം. അവർ വരുന്നത് വരെ എന്താക്കാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. നാട്ടിൽ മൊത്തത്തിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ സേനകളെ നിങ്ങൾക്ക് തീർക്കാം. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ അങ്ങനെ ആദ്യം ചെയ്യേണ്ടത് ഇവരെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ഫസ്റ്റ് പരിപാടി ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊക്കെ വീട്ടിലെത്ര. ഇപ്പോൾ കാസർഗോഡ് ഒരു പ്രദേശത്ത്, ജില്ല പറയാം, സ്ഥലം പറയുന്നില്ല, ആ പ്രദേശത്തൊരു മഹലിൽ നമ്മൾ ഇതേപോലെ പരിപാടിക്ക് പോയി. പിറ്റത്തെ ദിവസം തന്നെ അവർ മൊത്തം വീടുകൾ കയറി ഇറങ്ങി, വീടിൻ്റെ കംപ്ലീറ്റ് എന്തെടുത്തു, ഒരു സർവേ എടുത്തു. ആ സർവേയിൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത്, അവിടെ ഗ്രാജുവേഷനുള്ള ആളുകളുടെ എണ്ണം, പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളുകളുടെ എണ്ണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം, ഇതേപോലെ തന്നെ അതല്ലാതെ ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണം, ജസ്റ്റ് ഷോപ്പ് ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണം, വിദ്യാർത്ഥികളുടെ എണ്ണം, ആ വിദ്യാർത്ഥികൾ എവിടെയൊക്കെ പഠിക്കുന്നു എന്നതിൻ്റെ എണ്ണം, ഇതൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ മെല്ലെ ആളുകളിൽ നിന്ന് കിട്ടിയ ചെറിയ സൂചന പ്രകാരം കുറച്ച് വീട്ടിൽ ഇതൊക്കെ ഉണ്ട് എന്നറിയപ്പെട്ടു, അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് ആ കുട്ടികളെ സ്വകാര്യതയിൽ വിളിച്ച് സ്വകാര്യമായി അവരെന്താക്കി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ആ സ്വകാര്യതയിൽ അവർക്ക് തെറാപ്പികൾ കൊടുത്ത് അവരെ പറ്റാത്തവർ, മൂർച്ഛിച്ച ആളുകളെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റി.
അവിടെ നിന്ന് മെഡിക്കേഷനൊക്കെ കൊടുത്ത് അതിനുശേഷം പിന്നെ റീപ്ലേസ് ചെയ്തു അവരെ. അതുവരേക്കും നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണം. വെറുതെ ഒരു കൗൺസിലിംഗ് ഒന്നും പോരാ. ഇതിന് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ കൂട്ടുകാരിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. അതിന് നമ്മൾ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കോ ജോലിയിലേക്കൊക്കെ പറിച്ച് നടേണ്ടി വരും. ഇതിൻ്റെ ഒന്നും ഇടങ്ങേറില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ട് ഇതിൻ്റെ ഒന്നും ഇടങ്ങേറില്ല. കുട്ടികളെ കുട്ടിക്കാലം മുതൽ ഒരു പ്രത്യേക റിത്തമിൽ വളർത്തിയാൽ, ഒരു പ്രത്യേകമായ ഒരു മോഡുലേഷനിൽ വളർത്തിയാൽ രസകരമായി കുട്ടികളെ വളർത്താം, വളരെ വളരെ നന്നായിട്ട് വളർത്താം. പക്ഷേ അതിന് നമ്മൾ ചില പോളിസികൾ കൊണ്ടുവരണം. അതിൽ ഒന്നാമത്തത്, നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ കാണാതിരിക്കുക എന്നതാണ്. ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വക്കാണമടിക്കുന്ന ഒരു രംഗം നമ്മുടെ വീട്ടിൽ കാണാതിരിക്കുക എന്നതാണ്. ഇതിന് നമുക്കും കുറേ പങ്കുകളുണ്ടെന്ന്. ഇപ്പം നമ്മൾ ദീനുള്ളവരെന്ന് പറയപ്പെടുന്നവർ വരെ, പറയുമ്പോൾ ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്നോട് തന്നെ പറയുന്നെന്ന് വിചാരിക്കുക, ദീനുണ്ടവരെന്ന് പറയുന്നവർ വരെ കാർക്കശ്യം പുലർത്തിയതിൻ്റെ പേരിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. സ്ട്രോങ് ആയ കാർക്കശ്യം, ഒരു പിടുത്തം കിട്ടാത്ത കാർക്കശ്യക്കാരുണ്ട് ചില വീട്ടിൽ. അത് പാടില്ല. എപ്പോഴും നല്ല പോളിസിയിലൂടെ പോകാവും. കുട്ടികൾക്ക് ഒരുപാട് കുത്തിച്ചെലുത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവരെ ഒറ്റപ്പെടുത്തല്ലേ, പകരം അവരിൽ നിന്നൊന്നും മാറി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. അവരെ കൂട്ടുകാരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഈ കൊല്ലത്ത് നല്ലൊരു കുളം ഉണ്ടെങ്കിൽ, ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ അവിടെ ഒന്നിച്ച് കുളിക്കാൻ പോവുക, മക്കളോടൊപ്പം എന്ത് ചെയ്യുക, നീന്തി തുടിക്കുക, മക്കളോടൊപ്പം ഒന്നിച്ച് നാസ്ത കഴിക്കാൻ പോവുക. അങ്ങനെ മക്കളെ നല്ല രസകരമായി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരവസ്ഥ നമുക്കുണ്ടാക്കൽ നിർബന്ധമാണ്. കുട്ടികൾക്ക് എപ്പോഴും ആത്മീയപരമായ പരിരക്ഷ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറ്റുമെങ്കിൽ ഇഹ്സാൻ്റെ ബാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ആ ബാബ് നമ്മുടെ നാട്ടിലധികം ചർച്ചയില്ല. നമ്മൾ മറ്റ് പല സ്ഥലത്തും പോകും. നിങ്ങൾ UK പോയിക്കോ, കാനഡയിൽ പോയിക്കോ, ഓസ്ട്രേലിയയിൽ പോയിക്കോ, ഈ US പോയിക്കോ, എവിടെ പോയാലും ഇഹ്സാൻ്റെ ചർച്ചകൾ വളരെ കൂടും. ഇന്നലെ ഞാൻ അഹമ്മദ് ലണ്ടൻ, നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ബ്രിട്ടീഷ് പൗരത്വമുള്ള ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ള ആളാണ്. അവൻ്റെ മക്കളൊക്കെ അവിടെ ഉള്ളത്. അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഇന്നലെ അവൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ്റെ നാട്ടിലായിരുന്നു ഇന്നലെ പരിപാടി. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ഓരോ ആളുകളും ദീനുള്ളവർ, ഇൻഡെപ്ത് ദീനുള്ളവരാണ്. ഒരാളെയും കുറ്റപ്പെടുത്താത്തവരാണ്. എല്ലാം പടച്ചവനിലേക്ക് വിട്ടുകൊടുക്കുന്ന ആളുകളാണ്. എല്ലായിടത്ത് പോയാലും അങ്ങനെ നമ്മൾ കാണുള്ളൂ. അതിന് നമ്മൾ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, അത് അത്രമാത്രം പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ മനസ്സിലാകില്ല. ഞാൻ അത്ര വലിയ ഒരു ഇത് മനസ്സിലാക്കി തരാൻ പറ്റിയ ആളുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അപ്പം ഇഹ്സാനെ കുറിച്ച് ചർച്ച ചെയ്യണം നമ്മൾ. വിശുദ്ധ ഖുർആനിൽ മുസ്ലിം എന്ന പേരുണ്ട്, മുഅ്മിൻ എന്ന പേരുണ്ട്, മുഹ്സിൻ എന്ന പേരുണ്ട്. അള്ളാഹു എപ്പോഴും കൂടെയുണ്ടെന്ന് പറയുന്നത് ഇഹ്സാനുള്ളവരോടൊപ്പമാണ് എന്നാണ്. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ എന്നാണ്. സ്വർഗം തരാമെന്ന് പറഞ്ഞിടത്തൊക്കെ ഈമാനെ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്. എല്ലായിടത്ത് പറയുമ്പോഴും ഈമാനെ കുറിച്ച് പറയൂ. എന്നാൽ നമ്മളിൽ പല ആൾക്കാരും കേവല മുസ്ലിംസാണ്. ഞാനിപ്പോൾ മുസ്ലിംസിനോട് സംസാരിക്കുന്നത്. മറ്റുള്ള ജാതിക്കാരൊക്കെ, മറ്റു മതക്കാരൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചോട്ടെ. കേവല മുസ്ലിംസ് ആകല്ലേ നമ്മൾ? കാലത്തിൽ അറാബു ആമന്ന ഖുല്ലം തുഅ്മിനു വലാകിൻ ഖുലു അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നുണ്ട്. അറാബികൾ വന്നിട്ട് അതാ പറയുന്നു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഈമാനുള്ളവരായി എന്ന്. കാലത്തിൽ അറാബു ആമന്ന, ഞങ്ങൾ ഈമാനുള്ളവരായി എന്ന് പറയുന്നു. ഖുൽ, നബിയെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖുലു അസ്ലംന, അവർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞോട്ടെ, മുഅ്മിനീങ്ങളാണെന്ന് പറയരുത്. മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞോട്ടെ, മുഅ്മിനീങ്ങളാണെന്ന് പറയരുത്. കാരണം വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവിടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുക, സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് അതിലൊരു സംശയവും ഇല്ലാതിരിക്കലാണ്. അങ്ങനെയുള്ളവരാണ് ഈമാനുള്ളവരെന്ന് പറയുക. അപ്പോൾ ആ വിശ്വാസ പ്രമാണത്തെ ഒന്നും കൂടി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇഹ്സാൻ എന്ന് പറയുക. എന്താണ് ഇഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, അല്ലാഹു ഫഅഹ്സിനു ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, നിങ്ങൾ ഇഹ്സാനുള്ളവരാവുക, അഹ്സിനു, നിങ്ങൾ നന്നാക്കുക, ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, അല്ലാഹു ഇഹ്സാനുള്ളവരോടൊപ്പമാണ്. എന്താ ഇഹ്സാൻ? എല്ലാം അല്ലാഹു കാണുന്നുണ്ട് എന്ന അവസ്ഥയിൽ ജീവിക്കലാണ്. അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് 5 നേരത്തെ നിസ്കാരം മാത്രം മതിയാകും. പേടിക്കണം നമ്മൾ അല്ലാഹുവിനെ. പക്ഷേ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് 5 നേരത്തെ നിസ്കാരം മാത്രം പോരാ. 24 മണിക്കൂറും അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ജീവിതമായിരിക്കും. അതിൻ്റെ പേരാണ് ക്യാരക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഏത് നട്ടപ്പാതിരിക്കും അവൻ്റെ പ്രകൃതം ഒന്നായിരിക്കും. നിസ്കാരത്തിലല്ലല്ലോ. ഇപ്പോൾ കച്ചവടത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരാളെ വഞ്ചിച്ചുകൊണ്ടൊരു കച്ചവടം ചെയ്യണം.
അപ്പം അത് ഇഹ്സാൻ ഇല്ലാത്തത് കൊണ്ട് അവൻ അത് ചെയ്യും. ചിലപ്പോൾ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുമ്പോൾ അത് ചെയ്യും. അവൻ ചിലപ്പോൾ വഞ്ചിക്കും, ചതിക്കും. ചിലപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ജ്യേഷ്ഠന്മാരും അനിയന്മാരും തമ്മിൽ ഒരു സെൻറ്റിന് വേണ്ടി തർക്കിക്കും. ഇതൊന്നും യഥാർത്ഥ വിശ്വാസികളാകാത്തത് കൊണ്ടാണ്. എന്നിട്ട് എല്ലായിടത്തും പോയിട്ട് നമ്മൾ സംഭാവനകൾ കൊടുക്കും. ആർക്കായി സംഭാവന കൊടുക്കണേ? ജ്യേഷ്ഠനും അനിയൻ തമ്മിൽ എന്നും പ്രശ്നത്തിലാണ്. അല്ലെങ്കിൽ ഏട്ടത്തിയമ്മ അല്ലെങ്കിൽ ചേട്ടത്തിയമ്മ എന്തൊക്കെയാണോ നിങ്ങൾ പേര് വിളിക്കുന്നത് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യക്കൊക്കെ പലതുപോലെ വിളിക്കുക. ഇവർ തമ്മിൽ പ്രശ്നത്തിലാണ്. പിന്നെ എന്താ ജീവിതത്തിൻ്റെ ഒരു ഇതുള്ളത്? ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്നവരല്ലേ ഈ കൂട്ടത്തിലിരിക്കുന്നവർ? നമ്മൾ ഹൗസിൻ്റെ മുമ്പിൽ ടു ഉപയോഗിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹോമിൻ്റെ പുറത്ത് ടു ഉപയോഗിക്കാറില്ല. ഗോയിങ് ഹോം എന്നേ പറയൂ, ഗോയിങ് ടു ഹോം എന്ന് പറയൂല, ഗോ ടു ഹോം എന്ന് പറയൂല. അവിടെ ടു ഇല്ല. ടു ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അയൽസ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാതെ ഇംഗ്ലീഷ് ഡെപ്ത് പഠിക്കുമ്പോൾ ടു അവിടെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? അവിടെ ഹോം ആയതുകൊണ്ടല്ല. ഹോം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്നാണ് അർത്ഥം. അന്തരീക്ഷത്തിലേക്ക് ടു ഇല്ല, ഹൗസിലേക്ക് ടു ഉള്ളൂ. ടു ഹൗസ് എന്ന് പറയാം, ഗോ ഇൻ ടു ഹൗസ് എന്ന് പറയാം, ഗോ ടു ഹൗസ് എന്ന് പറയാം. പക്ഷേ ഗോ ഹോം എന്നേ പറയാൻ പാടുള്ളൂ. ഹോം എന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷമാണ്, ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ മതിലില്ല, ജനൽവാതിലുകളില്ല, കട്ടിലുകളില്ല. അവിടെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ് ഹോമിലുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മസ്കൻ എന്ന് പ്രയോഗിച്ചത്. എന്താ മസ്കൻ എന്ന് പറഞ്ഞാൽ? സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തിഗേഹം എന്നാണ്. ഖുർആനിൽ ഉപയോഗിച്ചത് വീടിന്, സാധാരണ വീടിന് 3 പ്രയോഗങ്ങളാണ്. ഒന്ന് ബൈത്ത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. സാധാരണ വീടിനാണ് ബൈത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ചെലന്തിയുടെ വലക്ക് പോലും ഖുർആൻ ഉപയോഗിച്ച വാക്ക് ബൈത്ത് എന്നാണ്. ബൈത്തുൽ അങ്കബൂത്ത് അല്ലെങ്കിൽ ബുയൂത്തുൽ അങ്കബൂത്ത്, ചിലന്തിയുടെ വല, അവിടെയും ബൈത്ത് എന്ന് പറഞ്ഞേ. അപ്പം നമ്മുടെ വീട് വെറും ബൈത്താകരുത്. നമ്മൾ ചിലപ്പം ബൈത്തുർ റഹ്മാൻ എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. വെറും ബൈത്താകരുത്. ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വീടാണ്. ആ വീട്ടിലേക്ക് അല്ല നമ്മൾ വിളിക്കേണ്ടത്, പകരം അറ്റ്മോസ്ഫിയറാണ്, അന്തരീക്ഷമാണ്. അറബിയിൽ മസാക്കിനക്കും എന്ന ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ദാർ എന്ന പ്രയോഗം ആഖിറത്തിലെ വീട്ടിലേക്ക് ഉപയോഗിച്ചു. നാളെയുടെ ലോകത്തിന് ദാർ എന്നാ വിളിച്ചു, ദാറുസ്സലാം, ദാരിസ്സലാം എന്നൊക്കെയാണ്. ഈ ലോകത്തെ വീടിന് ബൈത്ത് എന്ന് വിളിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ വീട് എന്ന് പറയുന്നിടത്ത് അള്ളാഹു ഉപയോഗിക്കുന്നത് മസാക്കിനക്കും, നിങ്ങളുടെ ശാന്തി ഗേഹങ്ങൾ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ്, സുക്കൂനാണ്. മസാക്കിനക്കും നിങ്ങളുടെ ശാന്തി ഭവനം എന്നാണ്. അപ്പോൾ നമ്മുടെ വീട് അങ്ങനെ ആക്കി മാറ്റണം. നമ്മുടെ വീട് എങ്ങനെയാണ് ശാന്തി ഭവനമാക്കുക? ഇത്തരത്തിൽ തെറിച്ച മക്കളില്ലാതിരിക്കണമെങ്കിൽ നമ്മളും ഒന്ന് നല്ല രീതിയിലാക്കണം. ഒന്ന്, ഉദാഹരണത്തിന് ചെറിയത് മുതൽ തുടങ്ങാം. രാവിലെ നമ്മൾ കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്ന നിസ്കരിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അവനവൻ്റെ മതത്തിൻ്റെ പ്രാർത്ഥനക്കാണെങ്കിൽ അവരൊരിക്കലും ശാഠ്യത്തോടു കൂടി വിളിക്കരുത്. അപ്പോൾ കുട്ടികളുടെ ഒരു മനസ്സ് പോയി പോവും. നീക്കട അവിടെ നിന്ന് നിസ്കരിക്കണ്ടേ നിനക്ക്, അതൊന്നും പറഞ്ഞ് എഴുന്നേൽപ്പിക്കരുത്. മദ്രസയ്ക്ക് പോകണ്ടേ, സ്കൂളിലേക്ക് പോകണ്ടേ, അതൊന്നും പറഞ്ഞേക്കരുത്. ഓരോ പ്രായക്കാരും ഓരോ രീതി. അതുമുതൽ ഏതുവരെ ശ്രദ്ധിക്കണം? കുട്ടികളെ ചിലപ്പോൾ ഒന്ന് ബ്ലാക്കായ കുട്ടിയായിരിക്കും, ചെറുതായി ഇരുനിറമുള്ള കുട്ടിയായിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടി അധികം പഠിക്കാത്ത മകനായിരിക്കും. പഠിക്കാത്ത മക്കളെ ഒരിക്കലും നിങ്ങൾ പഠിക്കാത്തവനെന്ന് പറയല്ലേ. അവൻ എവിടെ എത്തുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പഠിക്കാത്തവനെന്ന് മുദ്ര കുത്തിയ എത്രയോ ആളുകൾ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്താണ് ഷാഹിദ്. അദ്ദേഹം സിവിൽ സർവീസുകാരനാണ്, വടകരക്കാരൻ ഷാഹിദ്. 9ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് അദ്ദേഹം സിവിൽ സർവീസ് പാസ്സായത്. എവിടെ എത്തുന്നെന്ന് നമുക്കറിയാൻ കഴിയില്ല. കാരണം തീരെ പഠിക്കാത്തവരെ നമ്മൾ മുദ്ര കുത്തുന്നവരാണ് ചിലപ്പോൾ ഉയർന്നു പോവുക. അങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ ഒക്കെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ബിൽ ഗേറ്റ്സിൻ്റെ ഒക്കെ വാക്കുകൾ. പിന്നെ ആവർത്തിച്ച് പറയുന്നില്ല. ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്, നമ്മളൊക്കെ രക്ഷിതാക്കൾ കേൾക്കേണ്ട ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഒന്ന് കേട്ട് നോക്കുക. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് നമുക്ക് പറയുന്നത്. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവൻ അന്നത്തെ ഗോൾഡ് മെഡലിസ്റ്റായി. ഞാൻ ആകെ പ്രയാസപ്പെട്ടു. കാരണം എൻ്റെ അമ്മ എന്നും അവനെ ചൂണ്ടിയിട്ട് എന്നോട് പറയാം, അവനെ കണ്ടില്ല, അവനെ കണ്ടു പഠിക്ക്. അവസാനം അവൻ ഉയർന്നുയർന്നു പോയി. യൂണിവേഴ്സിറ്റി തലത്തിൽ ഗോൾഡ് മെഡലിസ്റ്റായി ഉയർന്നു പോയി. അവൻ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്നൊരു കമ്പനിയിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥനായി അവൻ മാറി. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? പക്ഷെ അവന് സാലറി കൊടുക്കുന്നത് ഞാനാണ്. അവിടെ അതിൻ്റെ ക്ലൈമാക്സ്, അവന് സാലറി കൊടുക്കുന്നത് ഞാനാണ്. അപ്പം അതുകൊണ്ട് പഠിത്തം എന്ന് പറഞ്ഞാൽ കേവലം മാർക്ക് കിട്ടിപ്പോവുക എന്ന് മാത്രം നമ്മൾ വിചാരിക്കരുത്. അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ഉയർന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒന്ന് പഠിത്തത്തിൽ ബാക്കിലായി, അവനെ സപ്പോർട്ട് ചെയ്യേ, അവനക്ക് 2 മുത്തം കൂടുതൽ കൊടുക്ക്. A+ കിട്ടിയവരെ മാത്രം കൈപിടിച്ച് ഉയർത്തല്ലേ.
അത് കിട്ടാത്ത കുട്ടികളെ ചാരത്ത് ചേർക്ക്. എന്നിട്ട് നീ ഉയർന്നു പോകുമടാ എന്ന് പറയും. രാത്രിയിൽ അവന് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്ക്. എന്നിട്ട് പിറ്റേന്ന് പറ, നീ ഉയർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നവനിങ്ങനെ എപ്പോഴും സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കറുത്ത കുട്ടിയുണ്ടോ, ഒരു നിറയില്ലാത്ത കുട്ടിയുണ്ടോ, ആ കുട്ടിയെ കൂടുതൽ സ്നേഹിക്ക്. പഴയ കാലത്ത് അങ്ങനെയാണ്. ഉമ്മമാരെ മരിച്ചു പോകുന്ന സമയത്ത് പറയുന്ന വാക്ക്, എനിക്ക് അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ആകെ സങ്കടം എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നവരെ മാത്രം ഇതപ്പോൾ ഒരുപാട് എണ്ണം ഇവിടെയുണ്ട്. ഞാൻ നിങ്ങൾ വിമർശിക്കല്ലോ കേട്ടോ. അതൊക്കെ A+കാർക്ക് കൊടുക്കാനുള്ളതാണ്, ഡിഗ്രിക്കാർക്ക് കൊടുക്കാനുള്ളത്, ഭയങ്കര ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ അമ്മക്ക് ഇവിടെ ഇത് കൊടുക്കുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. ഓട്ടിസം ബാധിച്ച അമ്മയുടെ ആ അമ്മക്ക് ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു കേട്ടോ. നമ്മളെപ്പോഴും പുരോഗമിച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് എന്ത് കൊടുക്കുക? ഇത് കൊടുക്കുക. വിമർശനം പറയല്ല, ഞാൻ ചിന്തയ്ക്ക് വേണ്ടി മാത്രം പറയാം. നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്, കാരണം ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ ഈ കരുനാഗപ്പള്ളിയിൽ എവിടെയോ ഒരു ഓട്ടിസ്റ്റ് കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ആ കുട്ടിയെ മാത്രം നോക്കി എന്നും കരഞ്ഞും പ്രാർത്ഥിച്ചും ആ കുട്ടിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഏതോ ഒരു മാതാവ് ഉണ്ടാവും ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ. ആ പാവം ഉമ്മയെ വിളിച്ച് ആദരിക്കാൻ പറ്റണം, നമ്മൾക്ക് ആദരിക്കാൻ പറ്റണം. നമുക്ക് നിങ്ങളുടെ നാട്ടിലൊരു പക്ഷേ ഖബർ വെട്ടുകാരിയായിട്ടുള്ള ആളുകളുണ്ടാവും. ഖബർ വെട്ടുന്ന ആൾക്കാർ, നമ്മൾ അവസാനം തൊടുന്ന ആൾക്കാരവർ. ഒരുപാട് കാലം ഖബർ വെട്ടി ഇപ്പോൾ ഈ ഉസ്താദിനെ ആദരിച്ച് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കിയതുപോലെ 40 വർഷമായി ഖബർ വെട്ടുന്ന ആളുണ്ടാവും. അവരെ വിളിച്ചിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? 3-4 പെൺകുട്ടികളുണ്ടായി. ഇപ്പോൾ ഡെവറി ഇല്ല, ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3-4 പെൺകുട്ടികൾ മാത്രമുണ്ടായി. ഈ മൺവെട്ടി ആ കുട്ടികളെ പോറ്റി വളർത്തി അങ്ങനെ അവരെ മുഴുവൻ കെട്ടിച്ചയച്ച് ജീവിതത്തിൽ മുഴുവനും തൻ്റെ മക്കളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തൊക്കെ ആത്മഗദ്ഗതം വിട്ട് അങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനെ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ആദരിക്കാറുണ്ടോ? ഉണ്ടാവുമല്ലോ. ഇവിടെ എവിടെയെങ്കിലും 4 പെൺകുട്ടികളെ കഷ്ടപ്പെട്ട് കെട്ടിച്ചിട്ട് വിഷമിച്ചുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യനുണ്ടാവുമല്ലോ. അവരെ നമ്മൾ ആദരിക്കുന്നുണ്ടോ? ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ വീട്ടിലെ ഒന്നുമല്ല എന്ന് നമ്മൾ വിധി എഴുതുന്ന കുട്ടിയെ പ്രത്യേകിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ വക്താവാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചാബല്യത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഉദാഹരണത്തിന് കോളേജിൽ പോയി പഠിക്കുമ്പോൾ ഒരു പ്രണയത്തിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്താ ചെയ്യേണ്ടത്? അപ്പോഴേക്കും ആ കുട്ടി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെയല്ല, അത് സ്വകാര്യതയിൽ സൂക്ഷിച്ച് ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ച് അതിന് പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യിപ്പിച്ച് അങ്ങനെ ആ കുട്ടി അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ച് പറ്റുമെങ്കിൽ അപ്പുറത്ത് ഏതെങ്കിലും വേറൊരു ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അവനെയും വരുത്തി ഞങ്ങളങ്ങനെയൊക്കെയാണ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളത് സമ്മതിച്ചോളുന്നില്ല. ഇപ്പോൾ ഒരു ഹൈന്ദവ ഒരു പെൺകുട്ടിയും ഒരു മുസ്ലിം ആൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും പ്രണയം ഉണ്ടായെന്ന് വിചാരിക്കുക. ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, കോളേജുകളൊക്കെ അല്ലേ. ആ സമയത്ത് 2 പേരെയും വിളിച്ചിട്ട് അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ഈ മോനെയും നമ്മൾ സ്നേഹിക്കണം, മോളെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ രസകരമായി കുട്ടികളെ തിരുത്തുന്ന ഒരു ലോകമാണ് നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത്. എന്തിനാണ് നമുക്ക് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ, എന്തിനാണ് അങ്ങനെ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുവന്നിട്ട് മുസ്ലിമാക്കേണ്ടെന്ന ദുർഗതിയൊന്നും ആർക്കുമില്ലല്ലോ. അങ്ങനത്തെ ഒരു വിഷയയെ നമ്മൾ കുതിക്കുന്നില്ല. അതുകൊണ്ട് ആ അമ്മയുടെ കൂടെ അവർ വളരട്ടെ. അതുകൊണ്ട് നമ്മൾ കൗൺസിലിംഗ് നടത്തിയിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഒരു നമ്പൂരി പയ്യൻ്റെ ഒരു അമ്മ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എൻ്റെ മുമ്പിൽ നിന്നത്, സാറേ എനിക്ക് എൻ്റെ മോനെ ഒന്ന് തിരിച്ചു തരുമോ എന്ന്. ഈ മുസ്ലിം പെൺകുട്ടി മാറുന്നില്ല, കാസർകോട്ടുകാരിയായ മുസ്ലിം പെൺകുട്ടിയാണ്. പെൺകുട്ടി പറഞ്ഞത് എനിക്ക് അവനെ തന്നെ മതി എന്നാണ്. ഈ പയ്യൻ കുറച്ച് കാണാനൊക്കെ മുഞ്ചുള്ളൊരു പയ്യനാണ്. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവരകറ്റിയത്. അവസാനം അത് ചെയ്യാൻ പാടില്ല, പക്ഷേ യാദൃശികമായിട്ട് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് അവരെ പിടിക്കാനും പറ്റൂലല്ലോ. അവർ കാല് തൊട്ടിട്ട് ഇങ്ങനെ പോവാൻ, മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്താൽ. അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല, ചെയ്യാനും പാടില്ല, നമ്മളെ മതപ്രകാരം ആചാരപ്രകാരം പാടില്ല. പക്ഷേ അവർ സന്തോഷം കൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതോ ഒരു നമ്പൂരി തറവാട്ടിൽ ജനിച്ച് ഏതോ ഒരു നായർ തറവാട്ടിൽ ജനിച്ച് ആ അമ്മയും അച്ഛനും വളർത്തി വലുതാക്കി അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ ഒരു മുസ്ലിം പെൺകുട്ടിയെ കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവനെ എന്തുകൊണ്ട് മുസ്ലിമാക്കി തീർത്തിട്ട് അങ്ങനെ ആക്കണമെന്നൊക്കെ നമ്മൾ ധരിക്കുന്നത് എന്തിന്? അങ്ങനെ അതിന് ലവ് ജിഹാദ് എന്നും മറ്റൊക്കെ പേര് കൊടുക്കുന്നത് എന്തിന്? ആ വിഷയമേ ഉദിക്കുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാല്യൂസ് നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലത്തെ കൊടുക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, ആ വാല്യൂസിൻ്റെ പുറത്തായിരിക്കണം അവൻ ജീവിക്കണം. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്യാമറയിലൂടെ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ബീറ് പോലും എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആൽക്കഹോളിക് അല്ലാത്ത ബീറുണ്ടത്രേ, അതുപോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആൽക്കഹോൾ അല്ലാത്ത ബീറുകൾ ഡോക്ടേഴ്സ് പോലും ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും, ഈ പിന്നെ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട്.
കാണാത്തതെന്തുകൊണ്ട്? കുട്ടിക്കാലത്ത് നമ്മുടെ പിതാമഹൻ പറഞ്ഞു തന്ന കാര്യങ്ങളെ കൊണ്ട്, ചെറുപ്പത്തിലെ വാപ്പ പറഞ്ഞു തന്ന നമ്മുടെ അധ്യായങ്ങളെ കൊണ്ട്, ഉമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള മുസല്ലയിലെ കണ്ണുനീര് കൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. മതം അതാണ്, ആചാരം അതാണ്. ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കണ്ടുകൊണ്ടാണ്, അവർക്കൊരിക്കലും വിഘ്നമായി നിൽക്കരുത് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യപടിയായി കുട്ടിക്കാലത്ത് നമ്മൾ മാറി നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ മതം ആഴമേറിയ രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും നമ്മളതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ട് മതാചാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാണ് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാകരുത്. UK നടന്നൊരു പഠനമുണ്ട്. ആ പഠനം പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ UK ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ പഠനം ഇതാണ്, അഥവാ ഏറ്റവും കൂടുതൽ ആളുകൾ ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മോശത്തരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ കൗൺസിലിംഗ് കൊണ്ടല്ല, സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ, സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ പ്രോഗ്രാം കൊണ്ടോ, അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകളുടെ അവരുടെ വർഷങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ചോ ഹെറിഡിറ്ററിയെക്കുറിച്ചോ പഠനങ്ങളെക്കുറിച്ചൊന്നുമല്ല, ഓർഗനൈസിങ് കപ്പാസിറ്റി കൊണ്ടുമല്ല. പകരം ഈ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡ്രഗ്സിൽ നിന്നും മദ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നത് മതപരമായ മൂല്യങ്ങൾ അവിടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എന്നാണ് പഠനം. മതപരമായ മൂല്യങ്ങൾ അവിടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു മൂല്യത്തെ കാത്തു സൂക്ഷിക്കലാണ്. ഈ നാട്ടിലെ ഓരോ ആളുകൾ, ഇവിടെ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് നമ്മളിവിടെ പരിപാടികൾ നടത്തുമ്പോൾ ഒരു കാർക്കശ്യത്തിൻ്റെ ഭാഷയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, സിൻസിയറായിട്ട് പറഞ്ഞോട്ടെ, ഈ നാട്ടിൽ നിന്നും ഒരു കുട്ടിയും അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും രൂഢമൂലമായി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആത്മചാതുരി തന്നെയാണ്. ഇവിടെ പതയിരിക്കുന്ന ഹിഫ്ളിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഇവിടെ കിതാബ് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും. ഈ കുട്ടികളോട് ചോദിക്ക്, അവരങ്ങനെ ഉയർന്നു പോയി എത്ര വയസ്സ് കഴിഞ്ഞാലും അവരാ ഭാഗത്തേക്ക് ചേർന്ന് പോവുക പോലുമില്ല, അവരതിലേക്ക് അടുക്കുക പോലുമില്ല. കാരണം മതാചാരങ്ങളതാ പഠിപ്പിക്കുന്നത്, മതമൂല്യങ്ങളതാ പഠിപ്പിക്കുന്നത്. അത് ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന്, വല തഖ്റബു എന്നാണ്, അതിലേക്ക് അടുക്കരുത് എന്നാണ്. ഉപയോഗിക്കരുത് എന്നതിലേക്ക് അടുക്കുക ചെയ്യരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു മൂല്യം നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവരണം. ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ, ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ കൊണ്ടുപോകുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ ഭാവങ്ങൾ പറയാം. എന്ത് ലക്ഷ്യമാണ് നമുക്കുള്ളത്? പ്രധാനപ്പെട്ട എന്തെങ്കിലും ലക്ഷ്യം നമുക്കുണ്ടോ? ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷനറി ആയിട്ട് പോകണം നമ്മൾ. എന്താ വിഷനറി? കാഴ്ചപ്പാടോടുകൂടി. കാഴ്ച എന്ന് പറഞ്ഞതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ മതിൽക്കെട്ടിനപ്പുറത്ത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, കാരണം എൻ്റെ കാഴ്ച ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ റൂഫിൻ്റെ മുകളിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്കറിഞ്ഞുകൂടെ, കാഴ്ചയ്ക്ക് ഇത്രേ പരിമിതി. അങ്ങോട്ട് നോക്കിയാൽ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ ചെറുതായി കാണുന്നു, അതാണ് എൻ്റെ കാഴ്ചയുടെ പരിമിതി. പക്ഷേ കാഴ്ചപ്പാടിൻ്റെ പരിമിതി അതല്ല. കാഴ്ചപ്പാടിന് പരിമിതിയില്ല. കാഴ്ചപ്പാട് ഒരുപാട് കാലത്തേക്ക്, ഒരുപാട് ലോകത്തേക്ക്, ഒരുപാട് വ്യാപിച്ച് കിടക്കുന്നതിനാണ് കാഴ്ചപ്പാട് എന്ന് പറയാം. ആ കാഴ്ചപ്പാട് നമ്മുടെ രൂപത്തിൽ ഉണ്ടാകണം. ഒന്ന്, വളരെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. ഫസ്റ്റ് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് നമ്മുടെ ഗോൾ സെറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളും അംഗങ്ങളും നല്ല മൂല്യത്തോടു കൂടി ജീവിക്കുന്നൊരവസ്ഥയുണ്ടാകണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാട്, സമൂഹത്തെ വിശാലമായി കാഴ്ചപ്പാടോട് കൂടി കണ്ട് സമൂഹത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു മോനായി, ഒരു മോളായി എൻ്റെ കുട്ടി മാറണം. അതാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞൊന്ന് വിചാരിക്കരുത്. ഞാനിവിടെ സൂചിപ്പിച്ചിട്ട്, വയനാട് ആ ദുരന്തം കഴിഞ്ഞ സമയത്ത് നമ്മളതിലൂടെ ഇങ്ങനെ ചൂരൽമലയുടെ പ്രദേശത്തിലൂടെ ഇങ്ങനെ പോവാണ് വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വീടുകളൊക്കെ ഇങ്ങനെ തകർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ മകന് അതിൻ്റെ അപ്പുറത്ത് മകനും ഇരിക്കുന്നുണ്ട്. അബ്ദുൽ ഹാദി മർസൂഖ് മുജിത്തബ എന്നൊരു മകനുണ്ട് എനിക്ക്. അപ്പോൾ ആ മകൻ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയെടുപ്പോൾ ആ വീട് എന്താ അങ്ങനെ ആയത്? അപ്പോൾ അത് ഒലിച്ചു പോയി. അപ്പോൾ അതിലുള്ള ആൾക്കാരോ അപ്പോൾ അത് പോയി. അപ്പോൾ അതിലുള്ള ആൾക്കാരോ അതിൽ ഒലിച്ചു പോയി. അങ്ങനെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതിലുള്ള കുട്ടികളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മുഖം അങ്ങോട്ടാണ്. അത് ചോദിച്ചിട്ട് അവനിങ്ങനെ തിരിയുമ്പോൾ അവൻ്റെ കണ്ണുനീര് ഏകദേശം എവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, അവൻ A+ എടുക്കുന്നതിനേക്കാൾ ആനന്ദം സമൂഹത്തിൻ്റെ വേദനയിൽ കണ്ണുനീരുറ്റിക്കലാണ്. അതായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന ദൗത്യം. ഒരു കുട്ടിയുടെ സങ്കടം കാണുമ്പോൾ, അവൻ്റെ സമാനമായ കുട്ടികളുടെ സങ്കടങ്ങൾ കാണുമ്പോൾ, അവരുടെ വീടുകൾ ഒലിച്ചുപോയത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്കറിയണം, നമ്മുടെ മക്കൾക്ക് സങ്കടം വരണം. അത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അവർ നമ്മുടെ കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി വളർത്തണം. ഒരിക്കലും സെഗ്മെൻറ്റേഷൻ നടത്തരുത്. അത് ഇന്ന സംഘടന, ഇതിന്ന വകുപ്പ്, ഇന്ന രാഷ്ട്രീയം ഇല്ല.
ഒന്നിലേക്കും അവൻ അവൻ്റേതായ രാഷ്ട്രീയമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയിക്കോട്ടെ, പക്ഷെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന സമൂഹത്തിൽ ഉന്നതനായ ഒരു കുട്ടിയായിട്ട് അവൻ മാറണം. സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന മോനായിട്ട് മാറണം. ഇപ്പം ഇവിടെ നിങ്ങൾ ട്രസ്റ്റുകൾ രൂപീകരിക്കുമ്പോൾ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കും. എന്തായാലും അതിന് വിഷനുള്ള ആളുകളാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ കുട്ടികളെ അതിനുവേണ്ടി ഇറക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികൾ ഡ്രഗ്സ് മാത്രം തേടി നടക്കാതിരിക്കട്ടെ, അവർ ഏതെങ്കിലും ലോകത്തെത്തപ്പെടാതിരിക്കട്ടെ. അവരുടെ മുന്നിൽ ഇങ്ങനെ കുറേ ദൗത്യങ്ങളുണ്ടെങ്കിൽ എത്ര സുന്ദരമായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവുക, എത്ര സുന്ദരമായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള രക്ഷിതാക്കളോട്, ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി അവരെ ഒന്ന് അള്ളാഹുവിൻ്റെ ആളാക്കി മാറ്റുക, മറ്റൊന്ന് സമൂഹത്തിൻ്റെ ആളാക്കി മാറ്റുക. Dear Ma, your child is not your എന്ന് ഖലീൽ ജിബ്രാൻ്റെ ഒരു വാക്കുണ്ട്. പ്രിയപ്പെട്ട മാതാവേ, നിങ്ങളുടെ മകൻ നിങ്ങളുടേതല്ല, നിങ്ങളുടെ മകൻ നിങ്ങളുടേതല്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളതല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളുടേത് മാത്രമല്ല, അവൻ പഠിച്ച് ഒരു ജോലി വാങ്ങി അവിടുന്ന് ശമ്പളം വാങ്ങി നമ്മുടെ വീട് പുലർത്താൻ മാത്രം വിധിക്കപ്പെട്ട ആളല്ല. അവൻ സമൂഹത്തെ വളർത്തേണ്ടവനാണ്, സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് പോകേണ്ടവനാണ്. എന്തിനന്ന് ഇവിടെ ഒരു പരിപാടി ഇങ്ങനെ ഈ ഒരു ഹാളൊക്കെ ആക്കി എല്ലാവരും ഒരുമിച്ച് കൂട്ടി നമുക്കതിൽ പങ്കെടുത്തു കൊടുത്താൽ മതിയല്ലോ. പക്ഷെ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് സംഭവിക്കുന്നത് എന്താണ്? അവർ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇതിലൂടെ കുറേ ഉയർച്ചകൾ ഉണ്ടാകാനാണ്. വിദ്യാഭ്യാസപരമായ പുരോഗതി, നാട്ടിലൊരുപാട് ബുദ്ധിപരമായ പുരോഗതി, നാട്ടിലൊരുപാട് ഒരുപാട് ബന്ധങ്ങളുടെ, സ്നേഹബന്ധങ്ങളുടെ, പരസ്പര ഐക്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ലോകം തീർക്കുന്ന പദ്ധതി. ഈ പദ്ധതികളൊക്കെ നമ്മുടെ മക്കൾ ഏറ്റെടുക്കണം, നമ്മുടെ തലമുറകൾ ഏറ്റെടുക്കണം. വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയൊരു മനുഷ്യനെക്കുറിച്ച് മർഹൂം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പറയുമ്പോൾ എന്തായാലും അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ ആളാണ്. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം നമ്മളെ ആളുകൾ ഓർക്കേണ്ടത് ഈ പദ്ധതിയിലൂടെ ആയിരിക്കണം. അതിന് നമ്മുടെ മക്കൾ അതിൻ്റെ ഭാഗമായിരിക്കണം. പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഈ കുട്ടികളെ പോസിറ്റീവായ രീതിയിൽ വളർത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലിപ്പോൾ ഈ കൊല്ലത്തൊക്കെ ഒരു തരംഗം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിദേശ രാജ്യത്തേക്കൊക്കെ പറക്കുന്ന കുട്ടികൾ കൂടുതലെന്നാണ്. ഫ്രാൻസിലേക്ക്, ഇറ്റലിയിലേക്ക്, ജർമ്മനിയിലേക്ക്, നെതർലാൻഡ്സിലേക്ക്, സ്വിറ്റ്സർലാൻഡ്സിലേക്ക്, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പറക്കുന്നു. അവിടെ പോവുകയാണെങ്കിലും ഈ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന മക്കളാക്കിയിട്ട് നമ്മുടെ മക്കളെ വളർത്തണം. വെറുതെ വിട്ടാൽ പോരാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 56 രാജ്യം നമ്മൾ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും നെതർലാൻഡ്സും സ്വിറ്റ്സർലാൻഡ്സും ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ 2 ടൈപ്പ് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഇവിടുത്തെ മൂല്യങ്ങളെല്ലാം വിറ്റ് ഒറ്റപ്പെട്ടിട്ട് ഇങ്ങനെ ഏതോ അവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മക്കളെ നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ചിട്ട് അവിടുത്തെ കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ട് ആ മലയാളി കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇന്ത്യൻ കൂട്ടായ്മകളിലൂടെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുണ്ടാകണം. നമ്മളെ മക്കൾ ഡോക്ടറായാൽ, ഇതിലൊരുപാട് ആൾക്കാരുടെ കുട്ടികൾ നീറ്റൊക്കെ പഠിക്കുന്നുണ്ടാവും, പഠിച്ചു കഴിഞ്ഞിട്ട് MBBSന് പോകുന്നവരുണ്ടാവും. അവർ പഠിച്ചുയർന്നിട്ട് നേരെ MDയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും സർജനോ അല്ലെങ്കിൽ PGയോ സൂപ്പർ PGയോ ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ നേരെ സർജറി റൂമിലേക്ക് കയറുമെന്ന് വിചാരിക്കും. എങ്ങനെയായിരിക്കണം നമ്മുടെ മക്കളുണ്ടാവേണ്ടതെന്നറിയോ? ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു നാരായണൻകുട്ടിയേട്ടൻ്റെ മോനായിരിക്കും. നാരായണൻകുട്ടിയേട്ടൻ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നാരായണൻകുട്ടിയേട്ടനാണ്. അതുകൊണ്ട് ഗോപാലൻ എന്ന് പറയുന്ന തൻ്റെ മകനെ തോളത്ത് തട്ടിയിട്ട്, മോനെ പേടിക്കണ്ട കേട്ടോ, നിൻ്റെ അച്ഛന് വേണ്ടി ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം ഡോക്ടർ പറഞ്ഞിട്ട് കാരണം, നിൻ്റെ അച്ഛന് വേണ്ടി ഇന്നലെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്നാലോചിച്ച് നോക്കിയാട്ടെ. പ്രാർത്ഥന ആരുടേത് എന്താവട്ടെ, ആ സമയത്തുള്ളൊരു വല്ലാത്തൊരു ഇതുണ്ടല്ലോ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എത്തീസ്റ്റ് അയാളുടെ മകന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ, ആക്സിഡൻറ്റ് പറ്റിയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, സാർ നിങ്ങൾക്ക് ദൈവത്തിൽ ഒരിക്കലും വിശ്വാസമില്ലെന്നറിയാം. അദ്ദേഹം പേരുകൊണ്ടൊരു മുസൽമാനാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൽ യാതൊരു രീതിയിലുള്ള താല്പര്യമില്ലെന്നറിയാം. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ഞാൻ തഹജ്ജുദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സാർ എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം ലേഖനത്തിൽ എഴുതി. എന്നിട്ട് പറഞ്ഞു, അതിങ്ങോട്ട് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു കുളിർക്കാറ്റ് ആഞ്ഞു വീശി. കാരണം കിടക്കുന്നത് എൻ്റെ മോനായതുകൊണ്ട്. അപ്പോൾ ഏത് നിരീശ്വരവാദം പറയുന്ന ആളുകൾക്കും ആവശ്യമുള്ളൊരു സമയമുണ്ട് ഈശ്വരനെ, ആവശ്യമുള്ളൊരു സമയമുണ്ട് അള്ളാഹുവിനെ. ആ ഒരു അവസ്ഥയിലേക്ക്. രണ്ടാമത്തെ ഏറ്റവും വലിയ കെടുതി, ഞാൻ ഡ്രഗ്സിലേക്ക് അധികം പോകുന്നില്ല, കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കണ്ട. രണ്ടാമത്തെ ഒരു കെടുതി എത്തീസമാണ്. നമ്മൾ തീസ്റ്റുകളാണ്. എന്താ തീസ്റ്റ്? വിശ്വാസിയാണ് തീസ്റ്റ് എന്ന് പറയാം.
വിശ്വാസമില്ലാത്തവരാണ് എത്തീസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ തീസ്റ്റുകൾ, നമ്മൾ വിശ്വാസികളാണ്. ഇതിനെതിരെയായിട്ട് ചിലപ്പോൾ എത്തീസ്റ്റുകൾ വരും. ഞാൻ ആരെയും എതിർക്കല്ല. അത് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മെല്ലെ 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 അകന്നു പോകാനുള്ള വലിയൊരു കാരണം ഡ്രഗ്സ് മാത്രമൊന്നുമല്ല. അതിലും വലിയ കാരണം ഇന്നത്തെ ഈ ചർച്ചകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആളുകളുടെ ചർച്ച. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ സ്ത്രീകളോട് പറയാണ്, ഉദാഹരണത്തിന് സ്ത്രീകളോട് പറയാണ്, 4 സാക്ഷികൾ വേണമല്ലോ സ്ത്രീകൾ, പുരുഷന്മാർ 2 പോരെ, എന്തിനാണ് നിങ്ങളെ 4 ആക്കിയത്? അപ്പം നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ 4 സാക്ഷി വേണമെന്ന് പറയുന്നത്, അല്ലേ? നമുക്കും തോന്നിയിട്ടില്ലേ അങ്ങനെ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ശരി തന്നെയല്ലേ, നമ്മൾ 4 വേണമല്ലോ, അവർ 2 മതിയല്ലോ, അപ്പം നമുക്ക് വാല്യൂ ഇല്ലേ എന്നതാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഉസ്താദുമാരിയ്ക്കണം. സബബുൻ നുസൂൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം, അതാണ് കോണ്ടെക്സ്റ്റ്. ഇംഗ്ലീഷിൽ അതിന് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. ആ കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയോ? ഒന്ന്, കടം വാങ്ങുകയും മേടിക്കുകയും ചെയ്യുന്ന സാക്ഷി നിൽക്കുമ്പോഴാണ് 4 പെണ്ണുങ്ങൾ 2 ആണുങ്ങൾ. ശ്രദ്ധിക്കണേ പെണ്ണുങ്ങളെ, പ്രത്യേകിച്ചും. അതെന്തുകൊണ്ടാണെന്നറിയോ? കടത്തിന് സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരം തലയിലേക്ക് കയറ്റി വെക്കുകയാണ്. ആണോ അല്ലേ? നിങ്ങൾ പറ, അല്ലേ? അതിന് സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സാക്ഷിയൊക്കെ ഉണ്ട്. അപ്പം ഈ ആണുങ്ങളായ ആൾക്കാർക്ക് ഭാരം കൂടുതൽ കൊടുത്തു. നിങ്ങൾ 2 ആൾ മതിയെന്നാക്കി. പാവം പെണ്ണുങ്ങളെ 2 പോരാ 4 ആക്കി. കാരണം നിങ്ങളത് എല്ലാവരും കൂടി ഏറ്റെടുത്തോളിൻ, 2 ആൾ മാത്രം ഏറ്റെടുക്കണ്ട എന്നാണ്. അഥവാ 4 ആളുകളെ കൂട്ടിയത് നിങ്ങൾക്ക് ആശ്വാസത്തിന് വേണ്ടിയാണ്, ന്യായീകരിക്കല്ല. നിങ്ങൾ നല്ല തഫ്സീറുകൾ എടുത്തു നോക്കുക, ആഴമേറിയ തഫ്സീറുകൾ എടുത്തു നോക്കുക. എന്നാൽ ഒരു സ്ത്രീയെ മോശക്കാരിയായിട്ട് പ്രഖ്യാപിച്ചു എന്ന് വെക്കുക. ഒരു സ്ത്രീ മോശക്കാരിയാണെന്ന് പറഞ്ഞു. അവൾ എന്താ പറയുക, ഒരു മോശപ്രയോഗം, അവൾ ശരിയല്ല, അവൾ അങ്ങനെയാണ്, ആണുങ്ങളായിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നോക്കുക. ഒരാണ് വന്ന് പറഞ്ഞു സ്വീകരിക്കില്ല ദീനിൽ, 2 ആൾ വന്ന് പറഞ്ഞു സ്വീകരിക്കില്ല, 3 ആൾ വന്ന് പറഞ്ഞു സ്വീകരിക്കില്ല, 4 ആൾ വന്നിട്ട് കൃത്യമായി സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അക്ഷി എന്ന് പറഞ്ഞ കണ്ണ് എന്നാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണ് എന്നാണ് അർത്ഥം. അഥവാ ഐ വിറ്റ്നസ്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ 4 ആൾ വന്ന് പറഞ്ഞാൽ മാത്രമേ സ്വീകരിക്കൂ. അവിടെ 1 woman is equal to 4 men. ഒരു പെണ്ണിന് ഈക്വലാണ് അവിടെ 4 ആണ്. അഥവാ 4 ആണിന് ഈക്വലാണ് ഒരു പെണ്ണ്. നിങ്ങൾക്കൊരു അപജയം വരുമ്പോൾ, നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ 4 ആണുങ്ങളാണ് ഇപ്പുറത്ത് വേണ്ടത് എന്ന് പറഞ്ഞു. കാരണം സാക്ഷ്യത്വത്തിന്. അപ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇനി സ്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകാമല്ലോ നമുക്ക്. എത്തീസ്റ്റുകളിൽ നിന്ന് പറയുന്ന വേറൊരു കാര്യമാണ് എന്ത്? സ്വത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പകുതിയെ കൊടുക്കുന്നുള്ളൂ പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്കൊക്കെ നേരെ ഇരട്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മകൾ, എനിക്കൊരു മകളുണ്ട്, ഫാത്തിമ ദുജാന മെഹജബിൻ. അപ്പോൾ അവൾ ആങ്ങളുടെയോടൊപ്പം മെഹറമാണല്ലോ, മെഹറമിൻ്റെ കൂടെ രാജ്യത്തിന് പോകാമെന്ന് വിചാരിക്കും ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ദുബായിക്ക് പോവുകയാണെന്ന് വിചാരിക്കും. ആങ്ങളെയും പെങ്ങളും കൂടി പോകാൻ ഒരു ജോലി ആവശ്യാർത്ഥം പോയി അവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു എത്ര കൊടുത്തു? 10 ലക്ഷം രൂപ കൊടുത്തു. എൻ്റെ മകളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയും കൊടുത്തു. എന്നിട്ട് ഞാൻ ആണായ എൻ്റെ മകനോട് പറഞ്ഞു, ആരോട്? റാസി മാഷുക്ക് മുസഫറിനോട് പറഞ്ഞു, മോനെ റാസി, നീ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ പോകുന്ന ടിക്കറ്റ് നീ എടുക്കണം, റൂമുകൾ കംപ്ലീറ്റ് നീ എടുക്കണം, അവിടുത്തെ എല്ലാ ചെലവും നീ എടുക്കണം, എല്ലാ രീതിയിലുള്ള എക്സ്പെൻസ് നീ വഹിക്കണം, 1 നയാ പൈസ പോലും ഇവളെ കൊണ്ട് ചെലവഴിപ്പിക്കരുത്. പറഞ്ഞു മനസ്സിലാകണ്ടോ? ചെലവഴിപ്പിക്കരുത്. എന്നിട്ട് മോളോട് പറഞ്ഞു, എന്ത് ചെലവുണ്ടായാലും റാസി നോക്കിക്കോളും, നീ ചെലവാക്കണ്ട എന്നും പറഞ്ഞു. നിങ്ങൾ പറ, ഏതാ നിങ്ങൾ സ്വീകരിക്കുക? നിങ്ങൾ പറയും. സത്യത്തിൽ ഇവിടെ ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? ഒരു ലോജിക്കായിട്ട് ദീനിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നഷ്ടം എപ്പോഴും ആണിനായിരിക്കും. പക്ഷേ നമ്മുടെ സിസ്റ്റം വേറെ ആയതുകൊണ്ട് നഷ്ടം എന്താണെന്ന് മനസ്സിലാകണില്ല. നമ്മൾ നിക്കാഹ് പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് നടത്തുമ്പോൾ എല്ലാ ഭാരം അവൾക്ക്, പൈസ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങും, എല്ലാ ഭാരം അവൾക്ക്. അങ്ങനത്തെ സിസ്റ്റം ആണെങ്കിൽ പിന്നെ ഈ സാധനം നടപ്പിലാക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു പറഞ്ഞ സിസ്റ്റപ്രകാരം എല്ലാ ചെലവും ആണിനാണ്. വീട് വെക്കണോ? ആണേ നീ വെക്ക്. ചെലവ് കൊടുക്കണോ? ആണേ നീ കൊടുക്ക്. എല്ലാ ഭാരവും ആണിന് കൊടുത്തതുകൊണ്ടാണ് നേരെ ഡബിൾ കൊടുക്കാൻ പറഞ്ഞത്. പെണ്ണിന് യാതൊരു ചെലവില്ല, അതുകൊണ്ടാണ് നീ പകുതി എടുത്തോ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ സാധനത്തിനെ എന്താക്കുന്നു? നമ്മൾ ഇങ്ങനെയാക്കുന്നു. ഉസ്താദുമാർ ഇരിക്കുമ്പോൾ ഞാൻ അബുൽ ഹസൻ നദവി സാഹിബിനെ പോലെയുള്ള അവരുടെ ശൃംഖലയോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാം. എനിക്കെന്നും കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ, കാരണം അതൊക്കെ പറയണമല്ലോ ഇന്നത്തെ കാലത്ത്. കാരണം ഇപ്പോൾ കൺഫ്യൂഷൻ സ്റ്റേജിൽ, അതുകൊണ്ട് അതൊക്കെ പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും കൺഫ്യൂഷനാണ്, പറയില്ല എന്നുള്ളും പുറത്ത്. മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പ മരിച്ചു കഴിയും, വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചു കഴിഞ്ഞാൽ മകൾക്ക് സ്വത്തില്ല എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതൊക്കെ നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടാവും. അതിൻ്റെ പുറത്ത് ജമ്മുൽ മജ്ബൂർ ഇത് വസിയത്തുൽ വാജിബിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ വസിയത്തുൽ വാജിബിയ?
ഞാൻ ഉന്നതമായ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടായി പറഞ്ഞത് കേട്ടോ, അല്ലാതെ എൻ്റെ സ്വന്തം വാക്കല്ല. എന്താ വസിയ്യത്തുൽ വാജിബിയ്യ? നമ്മുടെ സ്വത്തിൻ്റെ അംശത്തിൽ നിന്ന് 33% കൊടുക്കാൻ വിധിക്കപ്പെട്ട് നമ്മുടെ മരണപ്പെട്ട മക്കളുടെ മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ പേരാണ് വസിയ്യത്തുൽ വാജിബിയ്യ. അത് ചർച്ച ചെയ്യാതെ പോകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഈ സ്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആകെ പ്രശ്നങ്ങളാകുന്നത്. ദീനിൽ എല്ലാറ്റിനും സൊല്യൂഷനുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ജീവിച്ചിരിക്കുക എൻ്റെ മകൻ മരിച്ചാൽ അവന് 5-1 കിട്ടൂ. ആണോ അല്ലേ? 5-1 കിട്ടൂ. 5-1. നേരെ മറിച്ചിട്ട് അവൻ മരിച്ചു എന്നതിൻ്റെ പേരിൽ എൻ്റെ സ്വത്തിൻ്റെ 33% അവന് കൊടുക്കുന്നതിൻ്റെ പേരാണ് വസിയ്യത്തുൽ വാജിബിയ്യ. അത് ചർച്ച ചെയ്യാതെ നമ്മൾ ഒന്ന് മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് സ്വത്ത് കിട്ടാതെ പോകുന്നത്. ദീനിൽ എല്ലാറ്റിനും സൊല്യൂഷനുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നൊരു ചിന്തയുണ്ട്, അള്ളാഹു എല്ലാം നേരത്തെ തീരുമാനിച്ചുവെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര അധ്വാനിച്ചു എന്നുള്ളത് നമുക്കൊരു ചെറിയ ചിന്തയുണ്ട്. അള്ളൊക്കെ തീരുമാനിച്ചതല്ലേ മുമ്പ്, പിന്നെന്തിനാ നമ്മളിങ്ങനെ അധ്വാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ എന്നാലും പറഞ്ഞോട്ടെ, ഒരു വിശ്വാസത്തിന് വേണ്ടി പറഞ്ഞോട്ടെ. ഇതൊരു ഹാളാണ്. ഈ ഹാളിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു വച്ചു പുറപ്പെട്ടു എന്ന് വെക്കുക. ഇവിടെ നടുക്കെത്തി എന്ന് വെക്കുക. നടുക്കെത്തിയപ്പോഴേക്കും 20 മണിക്കൂർ പിന്നിട്ടു എന്ന് വെക്കുക. 20 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇസ് പാസ്റ്റ്. അവിടെ എത്തി എന്നത് പ്രസന്റ്. ഇനി അവിടെ എത്തും. 20 മണിക്കൂർ കഴിഞ്ഞാൽ ആ ചുമരിലെത്തും. അത് അതിൻ്റെ ഫ്യൂച്ചറാണ്. 20 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ചുമരിലെത്തൂ. ഇതാണ് കഥ. പക്ഷേ ഈ ചെയറിൽ നിന്ന് നോക്കുന്ന, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രസന്റാണ്. ആണോ അല്ലേ? എന്താ പറയാത്തെ? ഈ കഴിഞ്ഞു പോയതും പ്രസന്റാണ്, അതും പ്രസന്റാണ്, വരാനിരിക്കുന്ന 20 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതും പ്രസന്റാണ്. ആണോ അല്ലേ? പ്രസന്റാണ്. ഇതേപോലെ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കാണുന്ന ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി ഏകനായ അള്ളാഹുവിന് പ്രപഞ്ചം മുഴുവനും ഇന്നാണ്. There is no tomorrow. നാളെ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. ഉദാഹരണത്തിന് അഷ്ടമുടിക്കായലിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ട്രെയിൻ മറിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്താണ്. അഷ്ടമുടിക്കായലിൽ മറിഞ്ഞത് ഡ്രൈവർ അവിടെ എത്തുമ്പോൾ കണ്ടതുകൊണ്ടാണ്. അതൊരു ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് മുകളിൽ നിന്നൊരു വിഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അഷ്ടമുടിക്കായലിൽ ആ ഒരു ഗർത്തം അതിനു മുമ്പേ പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷേ അത് മുകളിലേക്ക് കയറണം എന്നതാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിനെ ഈ കാണുന്ന ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ അലയും 7 സമാവാത്തുകളും കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എവ്രിതിങ് ഈസ് പ്രസന്റ്. എല്ലാം പ്രസന്റ് ആണ്. അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യത്തിലൂടെ പോകാനും നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ വിശ്വാസ പ്രമാണങ്ങളെ തിരിച്ചു കൊണ്ടുവരലാണ്. ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കലാണ്. രണ്ടാമത്തെ അന്തരീക്ഷം ഞാൻ പറഞ്ഞു എന്താണ്? മനുഷ്യൻ പരസ്പരം ഒരു സൗഹാർദ്ദത്തിൽ. ഇപ്പോൾ ജ്യേഷ്ഠനും മനിയനും തമ്മിൽ പ്രശ്നം ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അല്ലാമ ഇക്ബാലിൻ്റെ അതിമനോഹരമായൊരു കവിതയുണ്ട്. ഇക്ബാലിൻ്റെ കവിതയുടെ മലയാള പരിവർത്തനം ഇങ്ങനെയാണ്: ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. അവസാനം അത് തർക്കത്തിലായി. അവർ തമ്മിൽ പിണങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ ഇങ്ങനെ തോന്നി, അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് അനുജനോട് പോയിട്ട് അങ്ങോട്ട് മിണ്ടാന്ന്. അങ്ങനെ അനുജൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞ് നീ പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പോന്നു. പക്ഷെ അനുജൻ മാപ്പ് കൊടുത്തില്ല. അനുജൻ പിന്നെ ഇങ്ങനെ ഗർവോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഗർവോട് കൂടി ഇരുന്നിരുന്ന അവസാനം ഒരു ദിവസം ജ്യേഷ്ഠൻ മരിച്ചു പോവാണ്. മരിച്ചു എന്ന് കേട്ടപ്പോൾ അനുജൻ ഓടി വരിക. കാരണം ആളുകൾ ഇന്ന് എന്തു പറയും എന്നുള്ളതാണ്. ഓടി വന്ന് അതിലൊക്കെ പങ്കാളിയായി മയ്യത്ത് കുളിപ്പിക്കാൻ, അത് ചുമന്നു കൊണ്ടുപോകുന്ന രംഗത്തെ പറഞ്ഞുകൊണ്ട് അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്. ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ ഒരു ഭാവനയാണ്. ആ മയ്യത്ത് വിളിച്ചു പറയാണ്, ഇട്ടേച്ചു പോ, നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നു. എന്നും എൻ്റെ അനിയൻ വരുന്നതും ഞാൻ കാത്തിരിക്കുമായിരുന്നു. എല്ലാ ദിവസവും എൻ്റെ അനുജൻ കയറി വരും. ഞാൻ ചോദിച്ച മാപ്പിന് ഞാൻ തന്നിരിക്കുന്നു എന്ന് കയറി വരും എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നു വർഷങ്ങളോളം. പക്ഷെ നീ കടന്നു വന്നില്ല. ഓർമ്മയുണ്ടോ നിനക്ക്? ഖാഗസേക കഷ്കി അഥവാ കടലാസിൻ്റെ തോണിയെ കൊണ്ട് നിന്നെ ഞാൻ കളിപ്പിച്ചത്? ഓർമ്മയുണ്ടോ പള്ളിക്കൂടത്തിലേക്ക് നിന്റെ കൈകൾ പിടിച്ച് ഞാൻ കൊണ്ടുപോയത്? ഓർമ്മയുണ്ടോ കുഞ്ഞുനാളിൽ ഉമ്മക്ക് അസുഖം വന്നപ്പോൾ നിനക്ക് ഞാൻ ചോറ് വാരി തന്നത്? എല്ലാം പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ പറയാണ്, ഇനി നീ ഇട്ടേച്ചു പോ. ഇപ്പോൾ നീ എൻ്റെ ജ്യേഷ്ഠനോ അനുജനോ അല്ല. നിന്നെ എനിക്ക് കാണും വേണ്ട. നമുക്ക് മഹ്ശറയിൽ വെച്ചിട്ട് കാണാം. എൻ്റെ മയ്യത്ത് ചുമക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല എന്ന് മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ പറയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ കാണേണ്ടുന്ന ഒരു രംഗമാണ്. നമ്മൾ ജ്യേഷ്ഠത്തെയും അനുജത്തെയും, ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനുജൻ്റെ ഭാര്യയും, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ഒരുപാട് തർക്കത്തിലേക്ക് ഏർപ്പെട്ടിട്ട് നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ രക്ഷപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. എവിടെയും രക്ഷപ്പെടുത്തൂല. നിങ്ങൾ 1000 ഹജ്ജ് ചെയ്താലും അതിലേറെ ഉംറ ചെയ്താലും
ആകാശത്തിൻ്റെ തമ്പുരാന് നിങ്ങളുടെ ഹജ്ജും വേണ്ട, നിങ്ങളുടെ ഉംറയും വേണ്ട. നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് ജ്യേഷ്ഠനോടാണ്, നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് അഞ്ചനോടാണ്. അതുകൊണ്ട് അനുജനോടും ജ്യേഷ്ഠനോടും ഏട്ടത്തിയോടും ഇതിനോടൊക്കെ ഈഗോ കാരണത്താൽ നമ്മൾ മാപ്പ് ചോദിച്ചിട്ടും അയാൾ തരുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുഴപ്പമല്ല. മാപ്പ് ചോദിക്കാതെ ഗർവോടെ നടക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സ്നേഹോഷ്മളമായൊരു രംഗമുണ്ടാകണം. ഉമ്മയുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മ, അത്തയുടെ ഉമ്മ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾ, +2 പഠിക്കുന്ന കുട്ടികൾ വലിയ റെക്കോർഡ്സും ബുക്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് പാവം വല്യമ്മ വിളിക്കുക. നിങ്ങൾ വല്യമ്മ എന്നല്ലേ വിളിക്കാറ്, അക്കയുടെ അമ്മയെ. ഉമ്മ വിളിക്കും, മോളെ ഒന്ന് വരുമോ, എനിക്കൊന്ന് കാണണം. ആരെയായി വിളിക്കുന്നത്? ഈ പേരക്കിടാവിന്. ഇപ്പോൾ പേരക്കിടാവ് പറയാം, എനിക്കിപ്പോൾ ഒഴിവൊന്നുമില്ല വല്യമ്മ, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട്. എവിടെ? വാട്സപ്പ് തോണ്ടിയിരിക്കണം. അവസാനം സങ്കടത്തോടെ വല്യമ്മ ഫോൺ വെക്കുകയാണ്. നിങ്ങളൊന്ന് ഇന്നലകളിലേക്ക് പോകണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങളുടെ സ്വന്തം ഉമ്മ ലേബർ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് വിലപിക്കുന്ന സമയത്ത് തസ്ബീഹ്മാല മറിച്ചുകൊണ്ട് സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും ചൊല്ലിക്കൊണ്ട് ഈ പ്രസവം എളുപ്പമാക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ലേബർ റൂമിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പാവം സ്ത്രീയുടെ പേരാണ് വല്യമ്മ. വർഷങ്ങൾക്ക് ശേഷം ആ വല്യമ്മയാണ് നിങ്ങളെ വിളിക്കുന്നത്, മോളെ ഒന്ന് വരുമോയെന്ന് വെച്ചിട്ട്. നമ്മുടെ ജന്മത്തിൻ്റെ സമയത്ത് പോലും നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച വല്യമ്മയുടെ വിളിക്കുത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? തിരൂരൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഉമ്മയെപ്പോയി വിളിച്ച് ഞാൻ രംഗൊക്കെ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവസാനം കോളേജിലേക്ക് പോകുമ്പോൾ ഉമ്മ ആ കിടപ്പിൻ്റെ അങ്ങനെ കിടക്കണുണ്ട്. ഉമ്മ രാത്രി 12 മണിക്ക് വിളിച്ച് മോളെ ഒന്ന് വായോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മോളത് കേട്ടില്ല, കാരണം മോള് പ്രൊജക്റ്റിലാണ്. മോള് വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? തിരൂരിൽ നടന്ന സംഭവമാണ്, എൻ്റെ നാട്ടിൽ. മോള് പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മ, എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, ഞാൻ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ഉമ്മ, നിങ്ങളണ്ട് പോയിട്ട് എടുത്തോളൂ, ഞാൻ പ്രൊജക്റ്റിലാണെന്നും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കോളേജ് പോകുമ്പോൾ ഉമ്മ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ ചിലപ്പോൾ സുബഹി ഞാൻ ഉറങ്ങാറുണ്ടെന്ന് വിചാരിച്ചിട്ട് മോള് കോളേജിൽ പോയി. കോളേജിലെത്തി ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ തിരഞ്ഞു വന്നു വീട്ടിലേക്ക് ചെല്ലാൻ. ഈ പാവ മോള് വിചാരിച്ചത് വല്യമ്മ സുഖമില്ലാതെ കിടക്കേണ്ടതിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ വീട്ടിൽ കസേരകളും ചെറിയ പന്തലും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഓടിച്ചെന്നിട്ട് വല്യമ്മയാണെന്ന് വിചാരിച്ച് ഈ ഒരു മുണ്ടിങ്ങനെ മാറ്റിയപ്പോൾ ബാക്കോട്ടൊന്ന് മാറിപ്പോയി പെൺകുട്ടി. ആ പെൺകുട്ടി കണ്ടത് സ്വന്തം ഉമ്മയുടെ മയ്യത്താണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ രാത്രി 12 മണിക്ക് എന്നും ഉമ്മ വിളിക്കാറില്ലല്ലോ, വെള്ളം ചോദിക്കാറില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പോലും ചിന്തിക്കാനുള്ള ശേഷി പഠിക്കുന്ന കുട്ടികൾക്കില്ലാതെ പോയി. എല്ലാം ലാവിഷാണ്. മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് ഭാവിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷഫീഖ്, അവൻ PhD കഴിഞ്ഞ് M.Pharm കഴിഞ്ഞ് PhD കഴിഞ്ഞ് ഒരു മരുന്ന് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പറയാണ്, എല്ലാ കമ്പനികളും ഭാവിയിൽ ഇറക്കാൻ പോകുന്ന അതിതീവ്രമായ മെഡിസിൻ ഏതാണെന്നറിയോ? ഐ ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് അത്ര. ഇനി ഐ ഡ്രൈനസിന്, കണ്ണ് വരണ്ട് പോയതിൻ്റെ പേരിൽ കുട്ടികളൊക്കെ കൈ വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കുട്ടികൾക്ക് പല പാർക്കിങ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കാര്യമായിട്ട് കേൾക്കില്ല. ചെറിയ കുട്ടികൾ തോണ്ടി അവസാനം ഉറങ്ങുന്ന സമയത്ത് അത് സ്വപ്നം കണ്ട് ഇങ്ങനെ തോണ്ടി അവസാനം പിന്നെ അത് ഉണർന്നു കഴിയുമ്പോഴും മൊബൈൽ കിട്ടാതെ വരുമ്പോൾ ഒരു പ്രത്യേക മാനസിക വിഭ്രാന്തിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് കിട്ടിയവർക്ക് ഈ കൾച്ചർ? കുട്ടിക്കാലം മുതലേ നമ്മൾ മക്കൾക്ക് കൊടുക്കുകയാണ്. മക്കൾ അടങ്ങിയിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുകയാണ്. കൊറോണൻ്റെ മുമ്പൊക്കെ ഉമ്മൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ, ഉമ്മ മൊബൈലൊന്ന് തരുമോന്ന്. കൊറോണയ്ക്ക് ശേഷം ഉമ്മ അങ്ങോട്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, മോളെ എൻ്റെ ഫോണൊന്ന് തരുമോന്ന്. അത്രമാത്രം സ്ക്രീൻ ടൈം നമ്മുടെ കുട്ടികളെടുത്ത് ഗെയിമിലേക്ക് കയറി. ആൺകുട്ടികൾ കംപ്ലീറ്റ് ഗെയിമിൻ്റെ ഒരു ലോകത്തിൽ. എങ്ങനെ പിന്നെ കുടുംബം ശരിയാവുക? അപ്പോൾ കുട്ടികൾ പറയും, ഗെയിമല്ലേ, പ്രശ്നമില്ലേ, അതല്ലേ ഇതല്ലേ. ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാം, PUBG കളിക്കുന്നുണ്ട് കുട്ടികൾ, കളിക്കട്ടെ. മറ്റു പല ഗെയിമുകളും കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ വെടിവെച്ച് പോയി, പിന്നെ അവനെ കൊണ്ട് തകർത്ത്, പിന്നൊന്നിനെ തകർത്ത് പോയി, അവസാനം ഹെലികോപ്റ്ററിലേക്ക് കയറി അതും പൊക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ കള്ളനാകാൻ വല്ല പണിയുണ്ടോ? അഡിക്ഷൻ എന്നൊരു സംഭവമില്ലേ? ആദ്യം തന്നെ ഒരു കാറിലേക്ക് കയറുന്നു, അതിലെ ഡ്രൈവറെ കൊല്ലുന്നു, കാർ എടുക്കുന്നു, എന്നിട്ട് ആ കാറായിട്ട് അങ്ങനെ പോയിട്ട് അടുത്ത ബുഗാട്ടി കാണുന്നു, അതിനിടിച്ച് തകർത്ത് അതിനെ സ്വന്താക്കുന്നു, ആ ഡ്രൈവറെ കൊല്ലുന്നു. ഇങ്ങനെ കൊല്ലലായി അവസാനം ഉമ്മാൻ്റെ നെഞ്ചിന് കൊല്ലാനും വലിയ പണിയൊന്നുമില്ല. കാരണം മനുഷ്യൻ അഡിക്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ നിരന്തരമായി ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ എന്താവും? അഡിക്റ്റ് ആവും.
ഇപ്പം നിങ്ങൾ ഡെയിലി ഒന്ന് ഷട്ടിൽ കളിച്ച് നോക്കിയാട്ടെ, നല്ലൊരു കളിയാണത്. പിന്നെ അവസാനം ഷട്ടിൽ കളിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വിഭ്രാന്തി നമുക്ക് വന്നു തുടങ്ങും. ഡെയിലി നിങ്ങൾ വൈകുന്നേരം ചായ കൂടി ശീലമാക്കിയ ആൾക്കാരുണ്ട് വിചാരിക്കും, ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ. വൈകുന്നേരം പിന്നെ ചായ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തലവേദന വരാൻ തുടങ്ങും. ഇതേപോലെ തന്നെ എല്ലാ അഡിക്ഷനും. കുട്ടികൾക്ക് സ്ക്രീൻ ടൈം വളരെ കുറച്ച് കൊടുക്കണം. ഇനിയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ വരാൻ പോവാണ്. ഞാൻ പേടിപ്പിക്കുക മാത്രമല്ല, സൊല്യൂഷനും കൂടി പറയാം. അതിനെന്താ വേണ്ടേ? 1 മണിക്കൂർ നിങ്ങൾ കൊടുത്തോ. കുട്ടികൾക്ക് ഏതെങ്കിലും ഗെയിമിലൂടെ അവർ പോകുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഗെയിം കളിക്കാൻ കൊടുത്തോ. കൺസ്ട്രക്റ്റീവ് ഗെയിം. എന്താ കൺസ്ട്രക്റ്റീവ് ഗെയിം? ഇപ്പം എൻ്റെ മോന് കളിച്ചോ, ഞാൻ എൻ്റെ മോനെന്ന് പറയുന്നത് ഇങ്ങനെ പറയല്ലോ കേട്ടോ. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു ഗെയിം എന്താണ്? റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദുബായ് എന്നതാണ്. ദുബായിയെ റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബുർജ് ഖലീഫനെ അവന്ന് മാറ്റി. ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇപ്പോൾ അത് ഇവിടുന്ന് മാറ്റാൻ പറ്റണില്ല എന്ന്. ബുർജ് ഖലീഫ അബുദാബിക്ക് മാറ്റി നോക്കി. അബുദാബിയിൽ 4 റോഡുണ്ട്, പ്രസിദ്ധമായ ഖലീഫ റോഡ്, മറ്റേ റോഡ് എന്നൊക്കെ പറഞ്ഞു. അതിനെ ഇങ്ങോട്ട് മാറ്റി. എങ്ങനെ നോക്കിയാലും കഴിയൂല, കാരണം റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യണമെങ്കിൽ അമിതമായ ബുദ്ധി ഉപയോഗിക്കണം. ആ ഗെയിമിൽ ഈ കുട്ടികൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ തോട്ട്സ് ഉണ്ടല്ലോ, അവിടെ ചിന്താധാര ഉണ്ടല്ലോ, കൺസ്ട്രക്റ്റീവ് തോട്ട്, അത് വളരെ വികസിതമാകും. അത് എല്ലാ വിദ്യാഭ്യാസത്തിനേക്കാളും അപ്പുറത്തേക്കെത്തും. നേരെ മറിച്ചിട്ട് നമ്മുടെ കുട്ടികളെ കൊല്ലുക, പിന്നെയും കൊല്ലുക. ഒരു ദിവസം 10,000 ആൾക്കാരെ അവർ കൊല്ലുന്നത്. ഇത് കൊന്നിങ്ങനെ പോയിട്ട് അവസാനം അത് തീരാണ്. വെടിയുണ്ട തീർന്ന പോലെ നെറ്റ് തീരാണ്. അപ്പം ഉമ്മനോട് പോയിട്ട് ചോദിക്കുകയാണ്, ബാക്കി കാട്ടി ഞാൻ ഇതിങ്ങനെ വെക്കട്ടെ എന്ന്. അപ്പം ഉമ്മ പറയും, ഞാൻ തരൂല. എന്താ കുട്ടി ചെയ്തത്? അടുക്കളയിൽ പോയിട്ട് കത്തി കൊണ്ടുവന്നിട്ട് ഒറ്റ കുത്ത ഉമ്മയുടെ ചങ്കന്. മലബാറിൽ സംഭവിച്ചതാണ്. കാരണം ആളുകളെ കൊല്ലാൻ ഇനിയൊരു പ്രയാസം വരാത്ത തലമുറ വരാൻ പോവാണ്. അറവുകാരെ കോഴി അറുക്കും പോലെ ഉമ്മയെപ്പോലും മറുക്കാൻ വിഭ്രാന്തി കാണിക്കുന്ന കുട്ടികളുടെ ലോകം വരാൻ പോവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഈ ഒരു സ്നേഹോഷ്മളമായ രംഗമെന്ന് പറഞ്ഞല്ലോ, കുട്ടികളെ ടെക്നോളജിയിൽ നിന്ന് ഫിസിക്കൽ ഗെയിമിലേക്ക് മാറ്റണം. ഫിസിക്കൽ ഗെയിമിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഫിസിക്കലി അവർ ചെയ്യണം. ഖുർആനും ഹദീസും തമ്മിൽ എന്താ വ്യത്യാസം? ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് വ്യത്യാസം എന്താണെന്നറിയോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശലോകത്ത് നിറക്കിയ വചനങ്ങളാണ്. അതിൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ്റെ പേരാണ് ഹദീസ്. അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ കാണിച്ചു തരാണ്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന അഡ്വൈസസ് ഒക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ പ്രവർത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. വീട്ടിലെ കുട്ടികൾ അപ്പോൾ ഫിസിക്കൽ ഗെയിമിലേക്ക്, അതിൽ നിങ്ങൾക്ക് ചെസ്സാകാം, മറ്റുള്ളതാകാം, അതിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണം. അതേപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് സ്വിമ്മിങ് നടത്താൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കൂട്ടത്തിൽ. കുട്ടികളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കോളേജിൽ പോയിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോവല്ല. എന്നോടൊരു കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? സാർ, എൻ്റെ നശിച്ച ബർത്ത്ഡേ, ഞാൻ പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്നെ നശിച്ച ആ കുട്ടി എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ കരയാണ് ഈ മോന്. ഞാൻ ചോദിച്ചു, എന്തേ മോനെ പറ്റിയത്? അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ദിവസം ആഘോഷിക്കാൻ വേണ്ടി, അത് വേണോ വേണ്ടതൊക്കെ വേറെ ചർച്ചകളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ബർത്ത്ഡേ ദിവസം 5-8 സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഉമ്മ നന്നായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് ആ കുട്ടികൾ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഞങ്ങൾ ഇവനെയും കൊണ്ട് ഒന്ന് പുറത്തു വിട്ട് വരാം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാനായിരിക്കും എന്ന് പറഞ്ഞ് പാവം ഉമ്മ വിചാരിച്ചിട്ട് മകനെ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക് സൈഡിൽ, ഒരു ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിൽ പാറപ്പുറത്ത് പോയിരിക്കുന്നു. ആ കുട്ടി പറയാണ്, കുറേ നേരം ഇരുന്നപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായപ്പോൾ, മഗ്‌രിബ് ഇങ്ങനെ ബാങ്ക് കൊടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വീട്ടിൽ പോകണമെന്നായി. കാരണം ഞാൻ ഇന്ന് വരെ നിസ്കാരം കളാക്കിയിട്ടില്ല സാറേ, എൻ്റെ ഉമ്മ എന്നത് ഫുള്ളായിട്ട് പരിശീലിപ്പിച്ചതെന്നാണ് നമുക്കറിയാം. ഏതായാലും മഗ്‌രിബിൻ്റെ സമയപ്പോൾ ഇവർ പറഞ്ഞു, അവിടെ തന്നെ ഇരിക്കും, ഇന്ന് സെലിബ്രേഷൻ അല്ലേ, ബർത്ത്ഡേ. ചുരുക്കി പറഞ്ഞാൽ 2 കുട്ടികൾ എഴുന്നേറ്റ് പോയി അവിടെ നിന്ന്. ഇവനൊന്നും മനസ്സിലാകുന്നില്ല. ആ കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് ബൈക്കിൽ വന്നിട്ട് അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടായിരുന്നു? കയ്യൊക്കെ അങ്ങോട്ടാക്കി, കാലൊക്കെ ഇങ്ങോട്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ അവനെ മലർത്തിക്കിടത്തിയിട്ട് വീര്യമേറിയ മദ്യം ഇങ്ങനെ ഒഴുത്തി കൊടുക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എപ്പോഴും ചങ്ക് ബ്രോസ് എന്ന് വിളിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റീസ് എന്ന് വിളിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നവർ, BF എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് വിളിക്കുന്നവർ, അവരുണ്ടല്ലോ, ഇത് ഒഴിച്ചു തരും എന്നറിയോ? സെലിബ്രേഷൻ്റെ മൂഡിൽ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ഒരു സെലിബ്രേഷനാണ്, പെരുന്നാളിൻ്റെ തലേ ദിവസം ഒരു സെലിബ്രേഷനാണ്, വിവാഹത്തിൻ്റെ തലേ ദിവസം ഒരു സെലിബ്രേഷനാണ്. ഇങ്ങനെ ഓരോ സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ ജീവിതം ഇങ്ങനെ കൂത്താടി പോയിക്കൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സെലിബ്രേഷനെ പോലും പേടിക്കേണ്ടുന്ന ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. സെലിബ്രേഷനെ പോലും നമ്മൾ പേടിക്കണം.
എൻ്റെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട്, ഇവിടെ ഇപ്പോൾ നല്ലൊരു മനുഷ്യൻ്റെ പേരിൽ ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ വീടിൻ്റെ അന്തരീക്ഷം ശരിപ്പെടുത്താൻ ഞാൻ പറഞ്ഞു. മറ്റൊന്ന്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തേക്കുള്ള ടാർഗറ്റ് ഇട്ട് മുന്നോട്ട് പോകണം. 10 വർഷത്തേക്ക് ഞാൻ എല്ലാ രക്ഷിതാക്കളോടും പറയാം, നമ്മുടെ കുട്ടിക്ക് 10 വർഷത്തേക്കൊരു ടാർഗറ്റ് ഇട്ട് കൊടുക്കണം. ആ 10 വർഷം പൂർത്തിയാക്കാതെ, ഞാൻ എൻ്റെ മകനോട്, റാസി മാഷൂക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4 വയസ്സുള്ള സമയത്ത് നീ ഇന്നടുത്ത് പോകണം, ഇന്നടുത്ത് പോയിട്ട് പഠിക്കണം, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിയണം. 4-5 വയസ്സിൽ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ UK വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 20ാമത്തെ വയസ്സാണ്. പക്ഷേ ഞാനത് അവന് പറഞ്ഞു കൊടുക്കുന്നത് 4ാമത്തെ 5ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അവനെങ്ങനെ സ്വപ്നം കണ്ട് വരികയാണ്. അവൻ്റെ സുഹൃത്തായിട്ടുള്ള ഖത്തറിലുള്ളൊരു സ്റ്റുഡൻറ്റ്, അവിടുത്തെ ഒരു വലിയൊരു മനുഷ്യൻ്റെ മോനാണ്. അദ്ദേഹം പറഞ്ഞത്ര, നീ ഖത്തറിലേക്ക് വാ ബിസിനസ് ചെയ്യാനെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത്ര, ഇല്ല, ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെയുള്ള ബിസിനസ് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ കുറിച്ചിട്ടല്ല, അതിനൊരു ശൈലിയുണ്ട്. നമ്മൾ നാളെ അവരെന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ മൈക്കിലൂടെ ഇതിലൂടെ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തി ഞാൻ പറഞ്ഞോട്ടെ, നട്ടപ്പാതിരക്ക് നീ ഒന്ന് കോഴിക്കോട്ടേക്ക് നടക്കുക എന്ന് പറഞ്ഞാലും മേ ബി എൻ്റെ മക്കൾ നടന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരെ അടിക്കാൻ മുതിർന്നിട്ടില്ല, ക്ഷുഭിതമാവാൻ നിന്നിട്ടില്ല, അടിച്ചു വളർത്താൻ നിന്നിട്ടില്ല. അവരോട് കൂട്ടുകാരായി നിന്നു. ചിലപ്പോഴൊക്കെ ഉപദേശിച്ചു, ചിലപ്പോഴൊക്കെ നെഞ്ചോട് ചേർത്തു, ചിലപ്പോഴൊക്കെ നമ്മളെന്താക്കി അവരെ കൂട്ടുകാരെ പോലെ കൊണ്ടു നടന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും മക്കളെ കൊണ്ട് നടക്കേണ്ടത് അതുപോലെയാണ്, അതിനേക്കാൾ അപ്പുറത്താണ്. എൻ്റെ കഥ നിങ്ങളെ വിട്ടേക്കിൻ. നമ്മുടെ മക്കളെ കൂട്ടുകാരെ പോലെ, നമ്മുടെ പെൺകുട്ടികൾക്ക് ചുംബനം കൊടുത്ത എത്ര ആൾക്കാരുണ്ടാവും ഇവിടെ? ഒന്നൊന്ന് കൈപൊക്കിയാട്ടെ, ജസ്റ്റ് ഒന്ന്. 18 വയസ്സ് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് ചുംബനം കൊടുത്ത ആൾക്കാർ മാഷാ അല്ലാഹ്, ഉസ്താദുമാരുടെ കൂട്ടത്തിൽ എന്തായാലും ഉണ്ട്. കാരണം അവർ അതീത് പഠിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാരുണ്ട്. പക്ഷേ പെൺകുട്ടികൾക്ക് ചുംബനം കിട്ടാറില്ല എന്നാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് സാറ് സോഷ്യോളജിസ്റ്റാണ്, ഞാൻ സൈക്കോളജിസ്റ്റാണ്. ആൺകുട്ടികൾക്കെല്ലാം കിട്ടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പെൺകുട്ടികളെങ്ങനെ എന്തോ കെട്ടിച്ചയക്കാനുള്ള അങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ടിങ്ങനെ പെൺകുട്ടികളോട് പറഞ്ഞു വയ്ക്കണം, നല്ലോണം നോക്ക്, നീ ആരാൻ്റെ വീട്ടിൽ പോകാനുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 148 യാത്രകൾ നടത്തി. ചരിത്രത്തിൽ നമുക്ക് കാണാം, ദീർഘയാത്ര 148. ആ 148ലേക്കും പോകുമ്പോഴും അവസാനമായി യാത്ര പറഞ്ഞിരുന്നത് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയോടാണ്, മറ്റു മക്കൾ അവിടെ ഇല്ലാത്തത് കൊണ്ട്. തിരിച്ചു വരുമ്പോൾ ആദ്യം കാണാൻ വേണ്ടി പോയിരുന്നത്, സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ മകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. മക്കളോടുള്ള ബന്ധം അതായിരിക്കണം. നമ്മൾ വിചാരിക്കും കുട്ടികൾ മുതിർന്നാൽ പിന്നെ അങ്ങനെ ചുംബിക്കുക, ഫിഖിൻ്റെ ചില മസാലകളൊക്കെ ഉണ്ട്. പക്ഷെ ആത്മപരമായി നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ മക്കൾ എന്നും നമ്മുടെ മക്കൾ തന്നെയാണ്. ഫാത്തിമ ബീവിക്ക് 2 മക്കളുണ്ടായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. ആ ഒരു സ്നേഹോഷ്മളമായ രംഗമുണ്ടാക്കണം. നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ച് കൊടുക്കുമ്പോൾ, നീ ഇന്നത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ ഇടപെട്ട് ഇങ്ങനെയായി നീ ഇങ്ങനെയാകണം, കുടുംബത്തിൽ ഇങ്ങനെയാകണമെന്ന് 10 വർഷത്തിൻ്റെ ഒരു ടാർഗറ്റ് ഇൻ്റലക്ച്വലായി എല്ലാ മാതാപിതാക്കളും നമ്മളെ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കണം. ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ വേറെ ഒന്നിലേക്കും തിരിയാൻ അവർക്ക് സാധിക്കില്ല. ഞാൻ കൊല്ലത്തോടെ പറയുന്നത്, PG കഴിയാതെ നമ്മുടെ കുട്ടികളെ എന്താക്കരുത്, നമ്മൾ പഠിത്തം അവസാനിപ്പിക്കരുത്. അതെവിടെ പോയിട്ടാണെങ്കിലും നല്ല വാല്യൂസോട് കൂടിയിട്ട്. ഇപ്പം കുട്ടികൾ പഴയ പോലല്ല. പണ്ടൊക്കെ കൊല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഒരു ആധിക്യമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറച്ചും കൂടിയൊക്കെ വികസിതമാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പഠിത്തം ഈ മക്കൾ പഠിക്കുന്ന പഠിത്തമാണ്. അവരുടെ ഹിഫ്ള്, അത് കഴിഞ്ഞാലുള്ള ഇത്. ആ കുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങൾക്കും ഒരുപാട് ചാൻസസ് ഉണ്ട്. സാധാരണ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല. ആരൊക്കെ ചർച്ച ചെയ്യാറുണ്ട്? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ആലിം കോഴ്സൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാ PGയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെ അതിൻ്റേതായ ജോബുകൾ ചെയ്യാം. ഖത്തർ യൂണിവേഴ്സിറ്റി തന്നെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യും. അങ്ങനെ ഉയർന്ന രീതിയിൽ നമ്മളെ കുട്ടികൾ പഠിച്ചു പോകട്ടെ. ഇവിടെ സാറന്മാരെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ക്യാമ്പസിലേക്ക് എന്നാണോ ഇനി നമ്മുടെ കുട്ടികൾ കയറിപ്പോകുന്നത്, അതിലേക്ക് നമ്മുടെ കുട്ടികൾ കയറിപ്പോകട്ടെ. ഈ ഭാഗത്തുനിന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഏതെങ്കിലും കുട്ടികൾ കാംബ്രിഡ്ജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഒന്ന് കൈപ്പൊക്കിയാട്ടെ, അങ്ങനത്തെ രക്ഷിതാക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൊല്ലത്ത്. അങ്ങനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യല്ലോ കേട്ടോ, അവിടെ കിട്ടൂല്ല, കിട്ടാൻ വലിയ പണിയാണ്. കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊന്ന് കൈപ്പൊക്കിയാട്ടെ.
പോട്ടെ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊന്ന് കൈവയ്ക്കട്ടെ. ഇനി എന്നാ ഇതൊക്കെ നമ്മൾ ചർച്ച, അതെന്താ അപ്പോൾ അവിടെ പഠിച്ച അത്ര പ്രത്യേകത എന്ന് ചോദിക്കും. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ പോയി പഠിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ പോയി പഠിച്ചാൽ കുട്ടികളാകെ കേടുവരുമെന്ന്. ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണ് ശിരോവസ്ത്രത്തെക്കുറിച്ച് ചർച്ച, നമ്മുടെ നാട്ടിലാണ് ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് എൻട്രൻസ് എക്സാമിനേഷനിൽ ഷർട്ടൊക്കെ ഊരിപ്പിക്കുന്ന ചർച്ചകൾ. ഞാനതിനെ കുറ്റപ്പെടുത്തൽ, അത് സിസ്റ്റമായിരിക്കാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും ടോപ്പ് ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ക്യാമ്പസിലൊന്നും ഈ പ്രവണത നമ്മൾ കാണില്ല. ഈ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഞാൻ പോയിട്ടുണ്ട്. നക്കാബ് ധരിച്ചുകൊണ്ട്, വേണോ വേണ്ടെന്നൊക്കെ തർക്കങ്ങൾ പലർക്കുണ്ടാകാം, നക്കാബ് ധരിച്ചുകൊണ്ട് നടക്കുന്ന ഓക്സ്ഫോർഡിലെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൂർണ്ണ പർദ്ദയിട്ടുകൊണ്ട് നടക്കുന്ന കേംബ്രിഡ്ജിലെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊന്നിനും അവിടെ തടസ്സങ്ങളില്ല. ഓരോ മതക്കാർക്കും ആചാരക്കാർക്കും അതനുസരിച്ച് മുന്നോട്ട് പോകാം, ഏറ്റവും നീറ്റായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ നാളെയുടെ ലോകത്തിൽ നമ്മൾ എത്തുമ്പോൾ, നമ്മുടെ കുട്ടികൾ നാളെയുടെ ലോകത്തിലെ ഉന്നതരാണെന്ന് പറയുമ്പോൾ, അതെത്തണമെങ്കിൽ അത്തരം ക്യാമ്പസിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുക എന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ ചുരുക്കാൻ, ഒറ്റ കഥാപാത്രത്തെ പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ മക്കൾ ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് വരെ നമ്മളതിൻ്റെ പിന്നാലെ ഉണ്ടാകണം. എല്ലാ ജാതിയിൽപ്പെട്ടവരും. ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഒരു ഉമ്മ പറഞ്ഞേക്കാണ് യത്തീമായ ഒരു കുട്ടിയെ വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു തൂവാല കൊടുക്കുകയാണ്, ചരിത്രം നിങ്ങൾ പഠിക്കൻ. എന്നിട്ട് പറയാണ്, ആ തൂവാലയിൽ നീ ഒന്ന് മുത്തം വെച്ചാൽ മതി മോനെ, എൻ്റെ കണ്ണുനീര് നീ തിരിച്ചറിയുമെന്ന്. വാപ്പയില്ലാതെ വളർത്തിയ കുട്ടിയെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ സമയത്ത് ഉമ്മ പറഞ്ഞയക്കണത് എന്താണെന്നറിയോ? മോനെ, നീ ഹിഫ്ള് ചെയ്ത ആളാണ്, നീ ഖുർആൻ ഇതൊക്കെ പഠിച്ച ആളാണ്, അതുകൊണ്ട് നീ അവിടെ പോയിട്ട് തഹജ്ജുദ് ഒഴിവാക്കരുത് എന്നാണ്. ആ ഉപദേശം കേട്ടിട്ട് കുട്ടി അവിടെ പോവാൻ 4.5 വർഷക്കാലം അവിടെ നിൽക്കുകയാണ്. 4.5 വർഷക്കാലം അവിടെ കഴിഞ്ഞിട്ടും ഒരു തഹജ്ജുദ് പോലും ഒഴിവാക്കിയിട്ടില്ല എന്ന് അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഖമറുദ്ദീൻ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് പിന്നീട് ലോകത്തെ തന്നെ ഭരിക്കുന്ന 80 രാജ്യം ഭരിക്കുന്ന ലോകത്തിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ജോർജ് രണ്ടാമൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തത്. ബക്കിംഗ്ഹാം പാലസിൻ്റെ ഉള്ളിൽ ഞാൻ അതിൻ്റെ അകത്ത് പോയപ്പോൾ എവിടെ നിന്നിട്ടായിരിക്കും മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ടാകുക എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് സംസാരിച്ചത് ഇതാണ് എന്നിങ്ങനെ പറഞ്ഞ് ഓക്സ്ഫോർഡിലെല്ലാം പഠിച്ചു. നമ്മുടെ കുട്ടികളെ കുറച്ച് പഠിക്കുമ്പോഴേക്ക് മതം വേണോ വേണ്ടതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. ഇത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളോളം പഠിച്ചിട്ട് തിരിച്ചെത്തുമ്പോൾ ഗാന്ധിജി അടക്കമുള്ളവർ ജയിലിലായിരുന്നു, അവരെ മോചിപ്പിച്ചിട്ട് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ബ്രിട്ടനിലേക്ക് പോകുമ്പോൾ ഉമ്മയുടെ ഉപദേശം കേട്ടുകൊണ്ടും രാജ്യത്തിൻ്റെ ഉപദേശം കേട്ടുകൊണ്ടും പോകുമ്പോൾ കപ്പൽ കയറുകയാണ് ബോംബെയിൽ നിന്ന്. ചരിത്രമൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിൻ. ആ സമയത്ത് മൗലാനമാരോട് ചോദിക്കുന്ന ചോദ്യം, റിക്വസ്റ്റോട് കൂടി ചോദിക്കുന്ന മൗലാന, നിങ്ങളവിടെ പോയിട്ട് എന്താണ് സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. ആവേശമാണ് നമുക്കത് കേൾക്കാൻ. എത്ര തവണ പറഞ്ഞാലും ഒരിക്കലും അവസാനിക്കാത്ത ചരിത്രം. മൗലാന മുഹമ്മദ് അലി ജൗഹർ തൻ്റെ പോക്കറ്റിൽ നിന്നും ഖുർആൻ എടുത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞത്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ എന്നാണ്. ഇതാണ് എൻ്റെ പ്രകടന പത്രിക, ഇതിലുള്ളതാണ് എൻ്റെ പ്രകടന പത്രിക, നീതിയുടെ പ്രകടന പത്രിക. മനുഷ്യർക്ക് എല്ലാവർക്കും നീതി കൊടുക്കണമെന്ന്, ജസ്റ്റിസ് കൊടുക്കണമെന്ന പ്രകടന പത്രിക, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന പ്രകടന പത്രിക, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന പ്രകടന പത്രിക. അവിടെ പോയിട്ട് സംസാരിക്കാൻ തൻ്റെ സംസാരത്തിന് ആകെ കൊടുത്ത സമയം വെറും 5 മിനിറ്റാണ്. ഓൺലി 5 മിനിറ്റ്സ് എന്ന് ജോർജ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് തന്നെ, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്, അതുകൊണ്ട് 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് താ എന്ന് പറഞ്ഞിട്ടാണ്. മൗലാനയാണ്, ഖുർആൻ പഠിച്ച ആളാണ്, ഓക്സ്ഫോർഡിലെ ഡിഗ്രിയും PGയും കഴിഞ്ഞ ആളാണ്, ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ആളാണ്, ഗ്രന്ഥമെഴുതിയ ആളാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ലീഡറാണ്, ഏഷ്യക്കാരനായ ലീഡറാണ്. ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജോർജ് ഒരു പക്ഷേ ഒന്ന് പതക്കാൻ സാധ്യതയുണ്ട്, ഒന്നൊന്ന് പിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേവലം 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് കൂടുതൽ മിനിറ്റ് തരണമെന്ന് തൻ്റെ 12ാമത്തെ മിനിറ്റിൽ, അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 12ാമത്തെ മിനിറ്റിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം, മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം he said that, എൻ്റെ സ്നേഹഭാജനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ മുഴുവൻ ഹാളിനെയും നിശബ്ദമാക്കി ജോർജ് പറഞ്ഞത്, സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. ഇവിടെ പറയരുത് ആ പേരിനെ, വിട്ടുകള. മുഹമ്മദിൻ്റെ പേര് പറയാനുള്ള സ്ഥലമല്ല ബക്കിംഗ്ഹാം പാലസ് എന്ന് പറഞ്ഞപ്പോഴേക്കും മേശയിൽ കൈകൾ എടുത്തുയർത്തിക്കൊണ്ട് അടിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിയ അനേകമായ വാക്കുകൾ ഒരു വാക്ക് ഇങ്ങനെയാണ്, മിസ്റ്റർ ജോർജ്,
if you ask about my religion, firstly, secondly, finally, I'm a Muslim. I'm a Muslim. I'm a Muslim only, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian. I'm an Indian. I'm an Indian. Mr. George, നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ മതത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്. ഞാനൊരു മുസൽമാനാണ്. ഞാനൊരു മുസൽമാൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മളൊരു ഇന്ത്യക്കാരനാണ്. മൊത്തം ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി പോരാടുന്ന, അവർക്ക് വേണ്ടി അരടാതുന്ന, അതേത് ജാതിയായാലും ഏത് മതമായാലും ആദർശത്തിൻ്റെ പരതയിൽ നമ്മൾ യഥാർത്ഥ മുസൽമാനായി, യഥാർത്ഥ വിശ്വാസിയായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായി നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കണം. ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാക്കി നമ്മൾ കൊണ്ടുപോകുമ്പോൾ, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും അവർ പിന്നെ ഡ്രഗ്സിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതാ ഞാൻ പറഞ്ഞത്, ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണമെന്ന്. എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കണം. അങ്ങനെ കൈകൾ ഉയർത്തിക്കൊണ്ട് ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ ജയിക്കട്ടെ എന്ന് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ ഇന്ത്യക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ത്യയിലെ 140ഓളം വരുന്ന കോടി ജനതയ്ക്ക് വേണ്ടി സുജൂദിൽ കടന്നിട്ട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം മൊത്തം രാജ്യത്തിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ മുസൽമാനായി നമ്മുടെ കുട്ടികൾ മാറണം. അങ്ങനെ സൗഹൃദത്തിൻ്റെ ഭൂമിക തീർക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നമ്മളെ കുട്ടികളാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിനെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഡ്രഗ്സിലേക്ക് പോകാതെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലഡ്ജ് പോലെ പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമെങ്കിൽ ഒറ്റ മിനിറ്റ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ കുടുംബത്തിൽ ഈ രീതിയിൽ നല്ല ഇസ്ലാമികപരമായി മറ്റ് മതസ്ഥരെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരവരുടെ പ്രാർത്ഥനകളെല്ലാം ജപിച്ചുകൊണ്ട് നല്ല മൂല്യത്തോടു കൂടി ഞങ്ങളുടെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു ഉറപ്പോടെ ഒന്നങ്ങണ്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. മക്കളെ, നിങ്ങളും എഴുന്നേറ്റ് നിന്നോ. ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ജീവിക്കുമെന്ന്, നല്ല ഉഷാറായി രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ജീവിക്കുമെന്ന്, അതിമനോഹരമായി എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമെന്ന്, അതിമനോഹരമായി നമ്മുടെ നാട്ടിന് വേണ്ടി ജീവിക്കുമെന്ന് എല്ലാ കുട്ടികളും മുതിർന്നവരും എല്ലാവരും നിയ്യത്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് കയ്യർത്തിട്ടൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു ഉടമ്പടി പോലെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൈയ്യൊടുത്താട്ടെ. ഇതേപോലെ നമ്മളൊന്ന് കൈയ്യൊടുത്തിട്ടുണ്ടാവില്ല എല്ലാ ദിവസവും. ഒന്നൊന്ന് കൈയ്യൊടുത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. നല്ല ഉഷാറായി കുടുംബത്തെ വാർത്തെടുക്കാം, സമൂഹത്തെ വാർത്തെടുക്കാം, അതിമനോഹരമായി നല്ല സ്പിരിച്വാലിറ്റിയുടെ മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ വിളിച്ചതിൻ്റെ പേരിലാണ് വന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ അനിൽ മുഹമ്മദ് സാറിനെ എൻ്റെ കൂട്ടുകാരനെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഒതുക്കുന്നില്ല. സമൂഹത്തിൽ ഇടപെടുന്ന അതിമനോഹരമായ സമർത്ഥനായ ഒരു വ്യക്തി എന്നതാണ് ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്. ഓരോ ഘട്ടത്തിലും പറയാറുണ്ട്. ചിലർക്ക് ചിലപ്പോൾ അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ആ അനിഷ്ടങ്ങളെല്ലാം കുനിഷ്ടങ്ങളായി മാറാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനിഷ്ടങ്ങൾ തുടർന്നുകൊണ്ടേ പോകട്ടെ. അങ്ങനെ എന്നും ഇടപെടാൻ അദ്ദേഹത്തിനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട ഈ മർഹൂം ഖത്തീബ് മുഹമ്മദ് കുഞ്ഞ് മൗലവി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നടക്കും. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങുന്നു. ആ മഹാനുഭാവൻ്റെ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. നമ്മുടെ നാടിനെ മുഴുവനും നല്ല രീതിയിൽ ഡ്രഗ്സ് മുക്ത സ്ഥലമാക്കി നമ്മൾ മാറ്റുന്നു. അതിനെല്ലാവരും ഒന്ന് കൈയർത്തിയാട്ടെ. ഡ്രഗ്സിന് ഇവിടെ ഉണ്ടാകില്ല. എല്ലാവരും അതിന് ഒറ്റക്കെട്ടായി നിൽക്കും. ഒരു കുട്ടിയും അത് ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി മെല്ലെ രഹസ്യമായി സൂക്ഷിക്കും. എന്നിട്ട് നല്ല സുന്ദരമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.